lot. Brother, fan bro, thank you so much. എല്ലാവരുടെ ഫോൺ നമ്പർ എല്ലാം പോയടാ. എന്റെ ഫോൺ നമ്പർ അപ്പൊ എന്താണ് പരിന്തൂസ് ഫോണെന്ന്. പരിന്തൂസ് ഫോൺ നമ്പർ എന്താ? ഇതാണ് എന്റെ നമ്പർ. നമ്പർ ഇത് എങ്ങനെ ഒരാളോട് പറയും? എടാ എടാ വണ്ടി എന്ത് ചെയ്യടാ? വണ്ടി എല്ലാം കൊണ്ടുപോയോ? ഹെൽപ്പ് ഇട്ട് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. മറ്റേ പ്ലാൻ എടുക്കണം. എടാ മന്ദാരവേ ഞാൻ ഫണ്ട് അയച്ചു തരാം. ഞാൻ ഇപ്പൊ അയക്കാം. നീ പ്ലാൻ അങ്ങ് എടുത്തോ കേട്ടോ. ആ ഏറ്റവും ടോപ്പ് പ്ലാൻ ഏതാന്ന് വെച്ചാൽ എടുത്തോ. എനിക്ക് വേണ്ടി കസ്റ്റം നമ്പറിന് വേണ്ടി ഏതാ ഏതാ? ആ അതെടുത്തോ. ഏതാ പ്ലാൻ എന്ന് വെച്ചാൽ നോക്കിട്ട് അതെടുത്തോ. ഏതാ എത്ര നോക്കിട്ട് എന്റെ അടുത്ത് പറഞ്ഞേ മന്ദാര. ഞാൻ ഇപ്പൊ അയച്ചു തരാം. അത് നമ്മുടെ ഇത് ഫിനാൻസ് ടൈപ്പ് എടാ ഈ പ്രയോറിറ്റി കൊടുക്കുമ്പോ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരായിട്ടും കോമൺലി കളിക്കുന്ന എല്ലാവർക്കും ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള അധികം വരുന്ന ആൾക്കാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് പിന്നെ ഓരോരുത്തന്മാർക്ക് വിഷമാവും. ആദ്യം വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കുക. സിറ്റിയിൽ കയറുന്ന എന്താ കേട്ടില്ല? വണ്ടിയുടെ മലയാളിയല്ലേ ഒരു ഹെൽമെറ്റ് ബ്രോ. ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, അവന് റാമിന്റെ എന്തോ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഡെസ്ട്രോയ്ക്ക് 200 180 FPS കളിക്കുന്നത്. നിങ്ങളിവിടെ ബാക്കിയുള്ളവരുടെ POV ഒക്കെ കണ്ടിട്ടുണ്ടോ? ആഷിന്റെ POV കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ആഷിന്റെ POV അടുത്ത എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ഞാൻ ആഷിനായിരിക്കും ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആഷ് കളിക്കുന്നത് 20, 25, 30 FPS. മോബി അവർക്കൊക്കെ പിന്നെ ഗുജറാത്തിലായതുകൊണ്ട് അവർക്ക് മറ്റേ ഇത് പറ്റത്തില്ല, PC പറ്റത്തില്ല. അവർക്ക് ലാപ്ടോപ്പ് മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമുക്ക് നമ്മുടെ അകത്ത് കുറെ ലോ എൻഡ് ആൾക്കാരുണ്ട്. ഓരോരുത്തർക്ക് നമുക്കിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് വഴി അനൗൺസ് ചെയ്യാം. ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. SRK കുറെ പേരുണ്ട് ബ്രോ. SRK ഉണ്ട്, സാവേജ് ഉണ്ട്, സ്നൈപ്പ് ഉണ്ട്, കുറെ പേരുണ്ട് നമ്മുടെ അകത്ത്. എല്ലാരെയും ഒന്ന് സെറ്റിലപ്പ് ആക്കണം. അപ്പൊ അതിന് ഞങ്ങളൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും താമസിയാതെ ഞങ്ങൾ അത് അനൗൺസ് ചെയ്യാം. എടാ ഒരു വണ്ടി എടുത്ത് വാ, നമുക്ക് ഗ്യാങ് ഹൗസിലോട്ട് പോകാം. മോബി മലയാളിയാണോ അവൻ? പക്ഷെ ഗുജറാത്തിലല്ലേ അവൻ. കണ്ണാപ്പിക്കൊക്കെ നല്ല സ്ട്രീമിംഗ് ഓഡിയൻസ് ഉണ്ട്, നല്ല ഇതുണ്ട്. അവന് സ്വന്തമായിട്ട് വാങ്ങിക്കാം. അവൻ സ്വന്തമായിട്ട് വാങ്ങിച്ചോളൂ. അവൻ PR ടീം വന്നിരുന്നങ്ങ് മെഴുകണം. വണ്ടി എടുക്കുന്നുണ്ടോ? ഇല്ല, നീ എടുത്തോ. അല്ല ഞാൻ എടുക്കാം, വേണമെങ്കിൽ കൊമ്പൻ എടുക്കാം. കൊമ്പൻ ഡ്രീമറിന് PC. അയ്യോ ഡ്രീമറിന് ഇല്ലല്ലേ. അവന് അപ്പി കൊടുക്കാം. അവന് ഞാൻ വണ്ടിയുടെ പേര് കൊമ്പൻ. അറിയത്തില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ പരിചയപ്പെടുത്തരാം. ആളുണ്ട് ഇവിടെ. നമസ്കാരം. സിറ്റിയില് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അടിയാണ് ലോലൻ അടിയിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വിടാം. ഞാൻ പാട്ടൊന്ന് പഠിച്ചില്ല. അവക്ക് PC എന്തിനാ? അവക്ക് കുറച്ച് ഹോട്ടലും കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സും ലോകത്തുള്ളിടത്തോളം കാലം അവള് ജീവിച്ചോളൂ. അവക്ക് PC ഒന്നും വേണ്ട. 58 11 മണിക്ക് അവര് വിളിക്കും. കറക്റ്റാ. ഞാൻ 24-ാം തീയതി എനിക്ക് ബാംഗ്ലൂർ 25-ാം തീയതി ഷോ ഉണ്ട്. അവൾ എന്റെ അടുത്ത് 2-3 ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ പേരിൽ കൊളാബ് എടുക്കുവാണെന്ന് തമ്പുരാൻ അറിയട്ടെ. ഞാൻ ഈഗിളിനെ കൊണ്ട് വരാം, ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറയും. കൊളാബ് അവിടെ ചെന്ന് കൈ കഴിയുമ്പോ പറയും ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കണം. അങ്ങനെയാണ് അവളുടെ ഡീലിങ്സ് ഒക്കെ. മനസ്സിലായോ?
എനിക്കിടയ്ക്ക് ഒരു റിസോർട്ടൊക്കെ കൊണ്ടുതരും. എന്താ കേട്ടില്ല. ആ എന്നാ അതാ എടുത്തോ ഇപ്പൊ തന്നെ എടുത്തോ ഞാൻ ഇപ്പൊ അയച്ചുതരാം. എന്തോടാ അല്ല ഇപ്പൊ കൊടുത്തു ഞാൻ ഇപ്പൊ അയച്ചുതരാം. നിന്റെ വാട്സപ്പ് നമ്പർ തന്നെയല്ലേ? ഇപ്പൊ അയക്കാം. എടാ നീ ഡ്രസ് മാറിട്ടോ. മുച്ചിരി വന്നിട്ട് ഡ്രസ് മാത്രം ബോസ് ഇവിടെ മുച്ചിരി അതോലെ ഞാൻ വിട്ടേക്കണ്ട. എടാ ഗൂഗിൾ പേ ഹായ് അയച്ചടാ എനിക്ക്. ആ അതെ മറ്റേ നമ്പർ, ഈ നമ്പർ ആ ഗ്രൂപ്പിലുള്ള നമ്പർ അല്ല, മറ്റേ പേഴ്സണൽ നമ്പർ. ചന്ദ്രനില്ല, അവൻ എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനും കൂടെ ഹൈ ഇടുന്നുണ്ടായിരുന്നു. ആ നിനക്ക് അയച്ചുതരാം. ഗൂഗിൾ പേയില് ഫോട്ടോ അയച്ചുതരാൻ പറ്റുമോ? ഗൂഗിൾ പേയില് ഫോട്ടോ അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഗൂഗിൾ പേയില് ഫോട്ടോ അയക്കാൻ പറ്റിയ സാധനത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാം. എടാ 11 മണിയാടാ, എല്ലാരും എന്ത് ചെയ്യടാ? മുച്ചിരി ബോസിന്റെ പിള്ളേര് കേട്ടോ. അന്നടിക്കല്ല ഗീരിസേട്ടൻ നോ പി സി. ഗീരിസേട്ടന്റെ പി സി ഒക്കെ സെറ്റായി. ഗീരിസേട്ടന്റെ പി സി ഒക്കെ സെറ്റായി. ഗീരിസേട്ടൻ എല്ലാം സെറ്റായി. ഗീരിസേട്ടന്റെ പി സി ആയിട്ട് നാളെ വരും. ഗീരിസേട്ടൻ ഒരു അത്യാവശ്യം പേരുണ്ട്. ആ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 11 പറഞ്ഞ കറക്റ്റ് ചോദിക്കുന്നേ. ഇപ്പൊ അവൻ എന്റെ അടുത്ത് ഇതിപ്പോ അവന്മാര് ചോദിക്കുക എന്താടാ കൊണ്ടെന്ന് എനിക്ക് 11 പറഞ്ഞില്ല. അതല്ലടാ നിന്നോട് ഞാൻ പറഞ്ഞത് കുറച്ച് 15 മിനിറ്റ് കയറ്റി പറയാൻ. എടാ ഒന്ന് ഇറങ്ങടാ ഇവനെയൊക്കെ. വീഡിയോത്തിൽ നിന്ന് കിക്കാവി 2 വീഡിയോ ആടാ എനിക്ക്. എടാ എല്ലാരും എന്ത് ചെയ്യടാ? അല്ല ബാക്കി റേഡിയോയിൽ ഇത്രയും പേരില്ലല്ലോ, 25 പേര്. അവന്മാരെ ലൊക്കേഷൻ ചോദിക്കണം. അവന്മാര് സ്കൈഡാർസ് പി സി, അവന് പി സി എടുത്ത് കൊടുക്കുന്നതിലും ഭേദം എന്തുവാ മറ്റേ കോഴിക്ക് മറ്റേ അത് വരുന്നതിന്റെ സർജറി ചെയ്ത് കോഴിക്ക് അത് വെച്ചു കൊടുക്കണതാണ്. അത് ഞാൻ പറയണില്ല എന്തുവാണെന്ന്. എടാ സ്നൈപ്പർ സാവേജ് ഒക്കെ എന്ത് ചെയ്യടാ? സ്നൈപ്പോ എടാ പിന്നെ ആളില്ല, എന്തിനാണ് ഈ സിറ്റുവേഷൻ എടുത്തത്? ഹോസ്പിറ്റലിലാണ്. ആ അത് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ വിളിച്ചായിരുന്നെ. എവിടെ? PC ഓൺ ആവുന്നില്ല. വന്നായിരുന്നു കിട്ടിയായിരുന്നു അണ്ണാ. അതും വേണ്ടേ? ആ മതിയണ്ണ മതി. അണ്ണ സ്നേഹത്തോടെ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കുമല്ലോ അണ്ണ. 0 ഇപ്പൊ വിലയില്ലല്ലോ അണ്ണ. അണ്ണൻ കയറ്റി കിട്ടു അണ്ണാ. ഗൂഗിൾ പേയിൽ ഇങ്ങോട്ട് മാത്രമേ വന്നില്ലല്ലോ അണ്ണൊന്നും. ഒന്ന് പോയടാ, ഗ്യാങ് പ്ലാൻ എടുത്തോണ്ടിരി. എടാ നിന്റെ വന്നില്ലടാ ഇതുവരെ എന്താ മെസ്സേജ്? ഇപ്പൊ എത്ര പേരുണ്ടടാ? ഇത് വെച്ചിട്ട് എങ്ങനെയാടാ സിറ്റുവേഷൻ എടുക്കാൻ പോണേ? സെക്കൻഡ് മയിര് പിന്നെ എന്ത്
പേരുണ്ടോ ഇപ്പോഴും? ഞാൻ ഇറങ്ങി കയറിട്ട് എനിക്ക് 17 പേരില്ല. എനിക്കില്ല പേരിലില്ല. എനിക്ക് 9. എനിക്ക് 6 ഉള്ളൂ. കത്തിപ്പോയതാണോ എന്ന് പറ്റിയതാ? അല്ലല്ല, ഡെസ്ട്രോയുടെ അവന്റെ സിസ്റ്റം പുള്ളി ക്രാഷായി. ഡോർക്ക് കയറുന്നു. വരും. ചന്ദ്രൻ എവിടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചന്ദ്രൻ എവിടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലാന്ന് പറഞ്ഞു. ഡെസ്ട്രോയുടെ സിസ്റ്റം ക്രാഷ് ആയെന്ന്. ഉറപ്പില്ലടാ. അടിപൊളി. ചന്ദ്രൻ എവിടെ പോവാന്ന് പറഞ്ഞു? ആളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സിറ്റുവേഷൻ എടുക്കണേ? അല്ലാണ്ട ഗ്രൂപ്പില് ലിസ്റ്റ് 25 പേര് ഇട്ടായിരുന്നു ഓൾറെഡി. എന്നിട്ട് 25 പേര് എവിടെ? അതാണ് എന്റെ ഞാൻ ചോദിക്കണേ. കണ്ണാപ്പി എല്ലാം എന്തിടാ? ബോബോയൊക്കെ ഉണ്ടല്ലോ, എല്ലാരും ഉണ്ടല്ലോ അതിനകത്ത്. നമുക്ക് ഉത്തരവാദിത്തമുള്ള പിള്ളേർ. നമുക്ക് മാത്രമേ വന്നു ഇവിടെ ഉത്തരവാദിത്തമുള്ളൂ. സത്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തത്തിന്റെ നിറകുടങ്ങളല്ലേടാ ടിവിയിലെ നമ്മള്. അതെ അതെ അതെ. ഇപ്പൊ എത്ര പേരുണ്ട്? ഈ റേഡിയോ കൗണ്ട് കറക്റ്റ് ആയിട്ട് കാണിക്കുമല്ലോ. ഇവിടെ ഒന്നും കൗണ്ട് കാണിക്കൂല എത്ര പേരുണ്ടെന്നല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. എടാ 4 പേര് ഇനി വരണം. 4 പേര് ആരൊക്കെയാ? ഇന്നലെ ഒരു സിറ്റുവേഷൻ സംഭവം. ഇന്നലെ ഞാൻ വന്ന് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ എനിക്ക് പുറത്തൊരു എമർജൻസി സിറ്റുവേഷൻ കാരണം ഒരു കോള് വന്നു ഒരു ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ പീടി വന്നിട്ട് ചുമ്മാ ഗണ്ണേം ചെയ്തിട്ട് ഞാൻ അവിടെ ഫയറിംഗ് ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ്. എടാ എല്ലാരും വണ്ടി എടുത്തിട്ടാ. വണ്ടി എടുത്ത് വെളിയിലിട്ടെ. എല്ലാരും ഡ്രൈവർമാർ എല്ലാരും വണ്ടി എടുത്ത് വെളിയിട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ എന്നിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റൽ കേസാന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്നെ സെർച്ച് ചെയ്തേ പറ്റുമോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ഞാൻ ട്രിഗറായി. നിങ്ങൾക്ക് എന്തിന്റെ ബേസിലാണ് എന്നൊക്കെ പറഞ്ഞ സംസാരമായിട്ട് അതിനുശേഷം ഞങ്ങളെല്ലാം കൂടെ പേടി ചെന്നിട്ട്, കാരണം ഇതിന് മുന്നേ ഞാൻ സാൻഡ് ചെയ്യുന്നപ്പോൾ അണ്ണ വന്നിട്ട് എന്നെ സെർച്ച് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഫയറിങ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ നോർമലി അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ വന്നിട്ട് എന്നെ സെർച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ വട്ടം ആയപ്പോഴാണ് ഞാൻ ഇന്നലെ നമ്മുടെ ഇവന്മാർക്കായാലും ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് പീടി ചെന്നിട്ട് പറഞ്ഞു സാറേ ഇത് കുറെ ആയെന്നുള്ള രീതിയിൽ ചെന്നപ്പം അവര് ദേഹത്തെ വിളിച്ചു ഇങ്ങനെയാണ് കിണ്ടി ആശുപത്രിയിലൊക്കെ പീഡിയുടെ കുറെ ആയെണ്ണ ഇപ്പൊ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ. നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. പീടി പോയി സംസാരിക്കാം. അത് സംസാരിക്കണോ? ഇനി സംസാരിക്കണ്ട കാര്യമില്ല. പീഡിയെ നേരെ പോയി അടിക്കാൻ പറ്റത്തില്ല. അമ്പത്തൂര് നമുക്ക് അടിക്കുന്നില്ല. ഇനിയുള്ള കേസാണ് ഞാൻ പറയുന്നത്. ഇനി ഇതേപോലെ സിറ്റുവേഷൻ വന്നാൽ എന്താ ഇതിന്റെ മെയിൻ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് പറഞ്ഞ് ഇപ്പം അണ്ണന്റെ അടുത്തൊക്കെ ഭരത് സാറ് മനസ്സിലായോ നല്ല രീതിയിൽ നമ്പി കളിച്ച് സംസാരിക്കും. പക്ഷെ ബാക്കിയുള്ളവരുടെ തല ടീവില് ബാക്കി സംസാരിക്കുന്ന നല്ല രീതിയിലല്ല. അണ്ണന്റെ അടുത്തും ചന്ദ്രന്റെ അടുത്തും മാത്രമല്ല നല്ല രീതിയിൽ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കണം? നമ്മള് തിരിച്ച് അതുപോലെ സംസാരിക്കുന്നോണ്ടായിരിക്കില്ല. അതുപോലെ അണ്ണാ നമ്മള് നല്ല രീതിയൊക്കെ പക്ഷെ സാറിന്റെ റേഞ്ചൊക്കെ ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എല്ലാ വട്ടം മിസ്റ്റേക്ക് നിങ്ങളുടെ അടുത്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബട്ട് സ്റ്റിൽ ഞാനൊരു കാര്യം പറയാം. പീഡിയിലുള്ള ആൾക്കാരെ എടാ പോടാന്ന് വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. എടാ ഭരചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് പുള്ളി അവരെ റെപ്രസെന്റ് ചെയ്ത് ഇതാക്കുന്ന ആളാണ് ഒന്നാമത്തെ കാര്യം. അപ്പോ ഞാൻ ഭരതൻ സാറിനെ പറ്റി അല്ല പറയുന്നേ. ഞാൻ അതിന്റെ താഴെയുള്ള കുറച്ച് പേരുണ്ട്. അല്ലാതെ ഈ എന്താ ഇവൻ ഭരചന്ദ്ര സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക. എനിക്കാണ് പുള്ളി എത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. എനിക്കെന്തോ ഇച്ചിരി മാന്യം കളിച്ചിരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്.
നോക്കാം എന്താന്ന് സംസാരിക്കും. അണ്ണന് പണ്ടത്തെ പോലെ സ്നേഹമൊന്നും ഇല്ല. പിന്നെ ഞാനിപ്പോ SRR വാറിനിടയ്ക്ക് നിനക്കൊക്കെ വേണ്ടിട്ട് ഞാൻ ഇവിടെ പോയി പെട്രോൾ പമ്പ് അല്ല മറ്റേ പീടി കത്തിക്കാം. അണ്ണാ പിന്നെ അണ്ണാ അല്ല ഒന്നുമില്ല അണ്ണാ. അല്ല അണ്ണാ അല്ലണ്ണാ അണ്ണ അത് ചോദിക്കണ്ട. അണ്ണ എന്താ ചോദിക്കാത്ത പണ്ടത് രണ്ടാമത് ചോദിക്കല്ലോ അണ്ണാ. പറ. നമുക്ക് മൂന്നുപേർക്ക് ഇന്ന് ഒരുമിച്ച് കളിച്ചാലോ ഫ്രീ വാറിന്? ഇവനെയൊക്കെ പറഞ്ഞു വിടറ ഒരു വാറും കഴിച്ചു പൊണ്ടച്ചോനെ. കിണ്ടി ഹോസ്പിറ്റലൈസ്ഡ്. എനിക്ക് തോന്നുന്നു അവരവിടോട്ട് പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിണ്ടി ഹോസ്പിറ്റലൈസ്ഡ്. അവനൊട്ടും വയ്യ. അവന് ചെസ്റ്റ് ഇൻഫെക്ഷനും ഇതൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ്. 3-4 ദിവസം അഡ്മിറ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ലോയലിറ്റി പോയിന്റ് ഒന്നും പോത്തില്ല കൈസ്. അങ്ങനല്ല ലോയലിറ്റി പോയിന്റ്. നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തോണ്ട. ലോയലിറ്റി പോയിന്റ് പോത്തില്ല. ചില്ലാവ്. കിണ്ടി ആരാന്നോ? ടിവിയിലെ പ്ലെയർ മാഡി കിണ്ടി. ഒരു വണ്ടി ഞാൻ എടുക്കാം. എന്റെ പൊന്നി EMS പയ്യൊക്കെ ആ EMS ഇപ്പൊ 7 വണ്ടി എന്തോ ഉണ്ട്. ഞാൻ ഇതൊന്ന് അയച്ചു കൊടുത്തോട്ടെ. എല്ലാം കൂടെ അതിന്റെ ഇടയ്ക്ക് വന്ന് പിന്നെ മറന്നു പോകുന്നു. എടാ പ്രണവല്ലടാ മന്ദാര. കൈഡാർ സായി ഇട്ടേക്കുന്നു. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഇവനൊരു ഫോട്ടോ അയച്ചു കൊടുത്തോട്ടെ. ഒരു സെക്കൻഡ്. ഫേസ് ക്യാമിൽ ഒന്ന് മാറിയിട്ട് ഫോട്ടോ അയച്ചു. കൈഡാർസ് നിനക്ക് മണിയല്ല അയച്ചേക്കുന്നത്. മണീസ് ആണ്. മണീസ് ഉണ്ട്. 1-2 മണിയുണ്ട്. നീ തൽക്കാലം അത് പിടിച്ചോ. നിനക്ക് മണീസ് ഉണ്ടെന്ന്. വണ്ടിക്കകത്തൊന്ന് ഇറങ്ങിയേക്കണേ. എടാ നിന്റെയൊക്കെ കൂടെ കളിച്ച എന്തായാലും ചത്തു. നമ്മള് മര്യാദക്ക് കളിക്കണ. പഴയ കണ്ണനും പോയല്ലോ അണ്ണൻ അറിയാലോ അണ്ണ. എടാ പഴയ കണ്ണനും പോയി അറ്റ്ലീസ്റ്റ് ചുമ്മാ തോക്കെ പിടിക്കാനെങ്കിലും അറിയായിരുന്നു. ഇപ്പോഴത്തെ പോലത്തെ വാണങ്ങളല്ലായിരുന്നു എന്തായാലും. ലാസ്റ്റത്തെ എന്റെ വാറിലെ പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടടാ. നീ എന്നെ ഓർമ്മിപ്പിക്കലടാ. കഴിഞ്ഞ SRR POV ഞാൻ എടുത്ത് വെച്ച് ലൈവ് കാണിക്കുകയോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ കൊറേ നാൾക്ക് ശേഷം അവര് വാറ് കളിക്കാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റാണ്. ഒരു 5 പേര് നോക്കാം. ഒന്നും വേണ്ട. ഉള്ളവന്മാരെ വെച്ച് വാറ് കളിച്ചാൽ മതി. ഞാൻ ഇപ്പൊ ബാക്കി വണ്ടി എടുത്തോ. ഉള്ളവന്മാരെ വെച്ച് കളിക്കാം. കോച്ചുകളൊക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇനി PVP എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരുത്തം വരണം. അന്നേരം ഞാൻ ബാക്കി അന്നേരം പറയാം. റേഡിയോ കേട്ടില്ല കേട്ടോ. ആളില്ലാതെ സിറ്റുവേഷൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആളില്ലാതെ ഞാൻ റേഡിയോ ഉണ്ട് എന്നിട്ടും കേട്ടില്ല. ഇതാണ് ദേഷ്യം വരണം ഈ ആളില്ലാതെ. പെട്രോൾ അടിക്കണം. നമ്മള് 3 പേര് വരെ എണ്ണ. നമ്മള് 3 പേര് അതിന്റെ ആവശ്യമുണ്ട്. ചന്ദ്രനോടൊപ്പം എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. അവനെ വിളിച്ചിട്ട് കിട്ടണോ? ഇത് എത്ര പേരാ റൂട്ടി?
ഞാൻ എസ് പമ്പിന്റെ അവിടെ ഉണ്ടാവും. എസ് പമ്പിന്റെ അവിടെ എനിക്ക് PL അടിക്കണ്ടാടാ. ഇല്ല ബിയനില്ല. അമ്മരെന്തോ ഇട്ടേക്കണേ? അമ്മാരൊന്നും ഇട്ടിട്ടില്ല. അമ്മാര് ഗ്യാങ് ഡ്രസ്. എടാ അമ്മര് ലൊക്കേഷൻ ചോദിക്കണം. ഓ ലൊക്കേഷൻ ചോദിച്ചാ. ഇവൻ കേറിയോ? ഡോർക്കി കേറിയോ? കോച്ചും നീയാകും രണ്ടേ എണ്ണം പിടിച്ചവന്മാരെ കൊണ്ട് വണ്ടിക്കകത്ത് ഇരുത്തിയേക്കും. എന്തിനാ കണ്ണാപ്പി നീ സിംഗിൾ ആയതിന്റെ എല്ലാം അറിയാറുണ്ട് കേട്ടോ. എന്താ ചില്ലറ കഴപ്പല്ല ഇപ്പൊ. എനിക്ക് വെള്ളം ഉണ്ട് തോന്നണ. രണ്ടെണ്ണം തരാ. ട്രങ്കിലിട്ടാണ്. 13 കൊരകന്മാരെ കഴിക്കാൻ പോകുന്നതാണ്. 2 പഴവും കൂടെ കഴിച്ചു വരുന്നതിലേക്ക് ചിരിച്ചോണ്ട് വരും നീയൊക്കെ കണ്ടന്റില്ല. അന്നേരം ഇത് പറഞ്ഞാ മതി. അതിപ്പോ എന്താണ്? എടാ ഡോർ ബക്ക് ഫിക്സ് ആയിട്ടില്ലല്ലോ. ഫിക്സ് ആണോ? ഡോറും ഇല്ല. ആണോ? ഞാൻ ക്യാൻ മേടിച്ചു നോക്കട്ടെ. ഇതിന്റെ കുഴപ്പമൊന്നും തോന്നിട്ടില്ല. കുഴപ്പമൊന്നും തോന്നിയില്ല. അല്ലല്ല എന്റെ 2 ക്യാൻ. എടാ ഇവിടെ ക്യാൻ എങ്ങനെയാണ് മേടിക്കുന്നത്? മറന്നു. കണ്ണാപ്പി പറഞ്ഞാ മതി. എടുക്കുമ്പോ മേളിലെ ക്യാനിന്റെ പടയിലാണ് അതിലുണ്ട്. ഞാൻ ഇതാരോ എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ മറന്നു പോയിരുന്നു. ഞാൻ തന്നെ ഒന്നും പറഞ്ഞു. 2 മേടിച്ചാണ്. എനിക്കിവിടെ 2 എനിക്കിവിടെ മേടിച്ച. ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എടുത്തെടുത്തു. ഇത്രയും ചെറിക്കാൻ ഒത്തിരി ചെറിക്കാൻ എടുക്കരുത്. ഞാൻ പ്രീവാറിനല്ലേ പോണത്. എല്ലാം കൂടെ നിറച്ചു വെച്ചിട്ട് പോയി വീഴെല്ലാം ചെയ്താൽ എല്ലാം കത്തിപ്പോകുന്നത്. നമ്മുടെ ഇൻവെന്ററി ഒത്തിരി സാധനം വെക്കുന്നതനുസരിച്ച് നമ്മുടെ മൂവ്മെന്റ് സ്ലോ ആവും. ഇൻവെന്ററിൽ സാധനങ്ങൾ വെക്കുന്നതിനനുസരിച്ച് എന്നോട് ഒരാൾ എടുക്കാൻ പറഞ്ഞു. വണ്ടി ആര് പറഞ്ഞു? ഫേസ് ക്യാം ഓഫ് ചെയ്യണേ. നിങ്ങൾ ഹെഡ്സെറ്റും കൂടെ വെച്ചോ. ഞാൻ റേഡിയോയുടെ സൗണ്ട് അൺവാണ്ടഡ് കോൾസ് ആണല്ലേ. നമ്മളെ 6 7 8 9 10 11 12 13 14 15 19 20 21 നമ്മളെ വിളിച്ചാ നമ്മളെ വിളിക്കാണ്. 24 വരെ ഉള്ളല്ലോ നമ്മളല്ലേ. എടാ ഇപ്പോഴും നമുക്ക് 35 ഔട്ട് ഓഫ് 35 ആയിട്ട് പോലും പ്രീവാർ കളിക്ക് 25 പേരില്ല. 25 എല്ലാരും. എടാ ഈ ക്രാഷ് ആവുന്നതും കത്തിപ്പോകുന്നതും എല്ലാം ഈ കൗണ്ടിലുള്ള ആൾക്കാർ തന്നെയാ. 25 കൂടുതൽ ആൾക്കാർ വന്നിട്ടില്ല ഇവിടെ. പ്ലസ് നമുക്ക് കേറുന്നില്ല ആൾക്കാർ. ഒരു ഇനീഷ്യൽ സിറ്റുവേഷൻ വരുമ്പോഴേ POV ഒക്കെ റെക്കോർഡ് ചെയ്യണേടാ. നമ്മുടെ അടിയുണ്ട് ചിലപ്പോ ഹാക്ക് എന്നൊക്കെ പറഞ്ഞാലാ. ഓ കഴിഞ്ഞ പ്രാവശ്യം എന്നെ VC വിളിച്ചടാ. നീ അറിഞ്ഞില്ലേ പോയത്? കഴിഞ്ഞ SRയുടെ വാറിന്റെ വ്യൂണ്ട് ഞാൻ ആക്കാന്ന് VC വിളിച്ച്. ഞാൻ പിന്നെ കാണിച്ചു 7 വണ്ടി ഉള്ളൂടാ. നിന്നെയൊക്കെ ഹാക്ക് അസോസിയേഷൻ പറയുന്നതിലും വേഗം തീട്ടം വാരി തിന്നുന്നു. മനസ്സിലായോ? വരുന്നില്ല റീചെക്ക് ചെയ്തിട്ടല്ലേടാ റെക്കോർഡ് ചെയ്തിട്ട്. നാളെ ക്ലിപ്പ് ഇറക്കാന്നുള്ള നീ ക്യാൻ വണ്ടി എടുത്താ? ഇല്ലില്ല. നമ്മള് 7 വണ്ടി
എടാ നിക്ക് ഡ്രൈവർമാരെ മാത്രം ഒന്ന് ഞെക്കി പിടിച്ചേന്ന് വണ്ടി ഓടിക്കുന്നേ 1 2 3 4 5 6 7 8 9 വണ്ടിയുണ്ട്. ഒന്നുകൂടെ ഞെക്കി പിടിച്ചോ ഇല്ലല്ലോ ഇത് വന്നോളൂ. 1 2 3 4 5 6 7 8 9 വണ്ടി ഇല്ലേ? അല്ല 3 3 6 2 8 8 വണ്ടി. ഒരു മിനിറ്റ് അമ്മ അടുത്ത് പറഞ്ഞ ചന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എവിടാണ് ചന്ദ്രൻ ഇല്ലാന്ന് പറഞ്ഞായിരുന്നല്ലോ. അവൻ എവിടെ പോയതാ? എടാ നിക്കടാ ഒരു മിനിറ്റ് പോലെ വെയിറ്റ് ഒരു സെക്കൻഡ്. ഞാനും കോക്കും മാത്രല്ലേ മെക്ക ഉള്ളൂ. ഹലോ എത്ര പേരില്ല റാങ്കൊക്കെ? 18. എനിക്ക് മിങ്ങുണ്ട്, പിയിലുണ്ട്. 10 PL 19. ആരിപ്പ എന്നെ മനസ്സിൽ തെറി വിളിക്കുന്നുണ്ട് അവിടെ. ഇവരായിരുന്നു OTW ഇട്ടോണ്ടിരുന്നത്. ഇപ്പൊ നമ്മളാ മതി എങ്ങനെയൊക്കെ എന്റെ വണ്ടിയിലുള്ള ആരിലുണ്ട് പറഞ്ഞടാ. ഹലോ പറഞ്ഞടാ, കേട്ടില്ല. അണ്ണന്റെ വണ്ടി ആരൊക്കെ വിളിക്കുന്നേ അറിയത്തില്ല. കളഞ്ഞളി ആരോ ആരാളിയാ പോയത്? ആരെ കത്തിയത്? ആരും കത്തിയാ? അത് ഡെറിക് ആന്റണി ഏതോടത്തിലാ. വേടാ ഇടിച്ച് തോട്ടി കളയാനേ. ഞാൻ വിചാരിച്ച വെള്ളത്തിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഫുൾ AFK ആണോ? അണ്ണന്റെ വണ്ടി ഫുൾ AFK കളിയാ. അണ്ണന്റെ ഒരു കണ്ണാപ്പി ചോദിക്കുന്നേ. അണ്ണ വന്നില്ല, ഇപ്പൊ ക്രാഷായാ? നമുക്ക് അണ്ണൻ പോയാ? ഹലോ നമുക്ക് മറ്റേ ഭാരതിലേക്ക് മൂന്ന് പയ്യന്മാരുണ്ട് ഇങ്ങനെ. ഞാൻ വന്നു ഗൈസ്. ഇത് സത്യമായിട്ട് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ ഒരു കാര്യം ഇത് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഇവരുടെയൊക്കെ ഈ വാറൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മള് ഇപ്പൊ ഈ റേഡിയോക്കകത്തിരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആള് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് എടാ ഒരു മിനിറ്റ് ഇവർക്ക് കളിക്കുന്നവർക്കും പ്രഷർ ആവും. ഞാൻ ഇരുന്ന് വഴക്ക് പറയുമ്പോ എടാ ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ. ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ ഇരുന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കളിക്കാൻ വന്ന ആൾക്കാരുടെ മൈൻഡ് ഫക്ക് ആവും. മനസ്സിലായ? കളിക്കാൻ ഇരുന്ന ആൾക്കാരുടെ മൈൻഡ് ഫക്ക് ആവും. ഞാൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് ഭയങ്കര ശോകമാ എല്ലാ വട്ടം. 35 പേര് നമ്മള് ഫുൾ സ്ലോട്ടിൽ കളിച്ചോണ്ടിരിക്കുക. നമ്മൾ 35 പേരില് 24 പേര് സിറ്റുവേഷനിൽ 25 പേർക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല നമുക്ക് അതിനപ്പുറത്തോട്ട്. എല്ലാ വട്ടം ഇങ്ങനെ പറഞ്ഞു നമ്മൾ കേറ്റിക്കാന്ന് പറയണത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അന്ന് ആളില്ലാത്തപ്പോ സിറ്റുവേഷൻ എടുക്കരുത്. എന്തിനാ വെറുതെ പോയി പുഴുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എത്തി
ഇവിടെ എത്തി 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 ഇനിയിപ്പോ പറഞ്ഞോണ്ടിരുന്ന ഇവരുടെ മൈൻഡ് ഫക്ക് ആവും. ഞാൻ അതുകൊണ്ട് കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പോട്ടെ പോട്ടെ ഞാൻ ഒന്ന് അടിച്ചേരണ എപ്പോ ഇതിന് വന്നാലും എപ്പോ വാറണം വന്നാലും ഈ രാത്രിയാ, പകൽ ഇവിടെ വെടിവെക്കില്ല. രണ്ട് വണ്ടി ഇവിടെ നീ വീലുണ്ട് കേട്ടോ. ഓ എനിക്കുണ്ട് നീയല്ല ഇപ്പൊ 5 മിനിറ്റ് മുന്നേ ഇല്ല, നിന്റെ എന്തോ കൂടിയാന സാധനം പറഞ്ഞു. കായംകുളത്തിന്റെ നീതി പുലർത്തിയ ഇവിടെ ഒരു വണ്ടി, ഇവിടെ രണ്ട് വണ്ടി. ഹലോ ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷൻ ക്ലോസ് ഒരു വണ്ടി കറങ്ങി പറഞ്ഞാ ഇവിടെ എത്തി. ഒരു വണ്ടി ബാക്ക് പിക്ക് ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങണേ, ഇറങ്ങാൻ പറഞ്ഞാ മതിയെ. അമ്മാരെ മലയിൽ കയറി നിൽക്കുകയാണ്. മലയിൽ ഇറങ്ങി ഇറങ്ങിയില്ല. മാർക്ക് എനിക്ക് മാപ്പിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അണ്ണാ ഒരു വട്ടം അണ്ണ മാപ്പ് ഇട്ടേ മാറിട്ടെ അതിന് നോക്കി. അവര് കുത്തിക്കോട്ടെ, ഞാൻ ലേറ്റ് ആയിട്ട് കുത്തത്തുള്ളൂ. ഞാൻ ലേറ്റ് ആയിട്ട് റിഡ്ജിൽ കുത്തിയ റിഡ്ജില്. ഇല്ല വണ്ടി എടുത്തു കൊറേ അഗ്രഷൻ. വണ്ടി ബാക്കിലോട്ട് പോയടാ. എന്താണ് ഒരു ശബ്ദം? എന്താടാ നിങ്ങളില്ലല്ലോ, ബാക്കിലുള്ളവരെ നിങ്ങൾ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. എല്ലാവർക്കും വേറെ ആൾക്കാരുടെ അലക്കാടാ. നീലന്റെ കോള് കേൾക്കടാ, ബാക്ക് നോക്കാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? ആ കോള് കോൺഫിഡൻസ് കളിക്കും. ഓക്കേടാ, നൈസ്. അവരെ കൊന്നത് പലേറ്റല്ല കേട്ടോ. ലാസ്റ്റ് ഇവിടെ വരാണേ. എടാ ഞാനൊരു കാര്യം ഈ സമയത്ത് പുഷ് ചെയ്ത് കളിച്ചോ കേട്ടാ. നീല സംഭവം തന്നെ എനിക്ക് ഞാൻ ദൂരെയാണ്, എന്റെ ടയറൊക്കെ പൊട്ടിയിരിക്കുവോ. കോള് പറഞ്ഞേ. 8986 റിപ്പയർ. എന്റെ പിങ് ആണാവോ?
ഒന്നും വരാത്ത നേരെ 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 എനിക്ക് വരുന്നില്ല പിങ് വരുന്നില്ല റൈറ്റ് നേരെ പോ നേരെ പോ വാ സ്ട്രൈറ്റ് വാ എന്റെ പുറകെ ഈ വണ്ടി മാർക്ക് നോക്ക് ഇവന്മാര് വണ്ടി റിപ്പയർ ചെയ്തോണ്ടിരിക്കും നടക്കട്ടെ ഞങ്ങളുടെ വണ്ടി പോയി ഒന്ന് വന്നേ. നമ്മളെ വണ്ടി വേളി ഒന്ന് എടുക്കണേ. നീല കമ്മിറ്റ് ആണോ കോൾ ചെയ്തോ അങ്ങോട്ട് വരാനാണോ കമ്മിറ്റില്ല. ഒന്ന് വണ്ടി വേണം. എന്നാ വാ അങ്ങോട്ട് പോയി ഇനി ആരും അവിടെ മൂട്ടി താളം അടിച്ചു നിൽക്കല തിരിച്ചു വാ നീലന്റെ കോള് കേക്ക് എല്ലാരും ചില്ല ഒരാൾ മരിച്ചു. എല്ലാരും ഒന്ന് ചില്ല നിങ്ങളൊക്കെ ചില്ലേ ഇനി നിങ്ങളുടെ വണ്ടിയിൽ ആരാണ് ഒരു വണ്ടിയിൽ ആളില്ലാത്ത സ്ഥലം പറ. നമ്മുടെ വണ്ടിയിൽ വാ എന്റെ അകത്ത് ഒരാൾ ഈ വണ്ടിക്കകത്ത് കയറി എടാ എല്ലാം റീസെറ്റ് ആയില്ലേ നീല വണ്ടി റെഡി ആയില്ലേ അതിന് പുഷ് ചെയ്തോ വാ ഇനി ആ കോള് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം റിപ്പയർ ആണെങ്കിൽ മറ്റേടത്ത് കുത്താവുള്ളൂ. ഞാൻ മാർക്ക് തരേ റിപ്പയർ അല്ല 602 മലയിലവിടെ പറയാ. നമ്മുടെ വണ്ടിയെല്ലാം റിപ്പയർ ചെയ്യുന്നുണ്ടോ മാർക്കട്ടെ ഒരുപാട് ടയർ ഇത് എന്തൊരു കളറാ കഴിച്ചു ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഹോൾഡ് ഒന്ന് എനിക്ക് ഹോൾഡ് പറഞ്ഞടാ അനൗൺസ് ഇട്ടില്ലേ പിന്നെ ചില്ല മറ്റേ ഗ്യാങ്ങാരുടെ ഇതുള്ളോണ്ടായിരിക്കണം. അല്ല ഈ ബഗ്ഗായി പോയപ്പോ അടിച്ചായിരുന്നാണ് ആരെങ്കിലും? ബഗ്ഗായി പോയപ്പോ എന്ത് ബഗ് അതിന്റെ ആണോന്ന് അറിഞ്ഞൂടാ കേട്ടോ. ബഗ്ഗായപ്പോ അടിച്ചില്ല അവര് പറയട്ടെ. വേറൊരു സംഭവം പറഞ്ഞിട്ടാ എല്ലാവരുടെ റേഡിയോകളൊന്നും അലക്കല്ലേ ഉള്ള കാര്യം പറയാം. ആവശ്യം ഡ്രൈവേഴ്സ് മാത്രം എടാ നിങ്ങളടുത്ത് പറയണ ഇപ്പോഴും മനസ്സിലല്ലേ ഇപ്പൊ നീലൻ ഒരു കോള് പറഞ്ഞു ബാക്ക് ഓഫ് ആവുക അവന്റെ വണ്ടി റീസെറ്റ് ആവണം എന്നാ റീസെറ്റ് ആവും. എല്ലാവരും കിടന്ന് അലക്കണ്ട അപ്പൊ പറയുന്നത് മനസ്സിലാക്ക് ചുമ്മാ കിടന്ന് അലക്കാതെ ഭ്രാന്താവും. ഞങ്ങള് എന്റെ കൂടെ ഒരു ഭൂമിക്കടിയിലൂടെ ഒരു വണ്ടി വന്നായിരുന്നു. അവരെ നമ്മള് ഡെസ്ട്രോ ചെയ്ത വണ്ടിയില്ല ഡെസ്ട്രോ നിന്റെ അടുത്ത് വീശിച്ചല്ല ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഡെസ്ട്രോയുടെ ഫയൽ നോക്കി കേട്ടോ. സാരം പൊക്കി ഇൻസ്റ്റയില് ഞാൻ മിനിമൈസ് ചെയ്തിട്ടേക്കട്ടെ. സ്റ്റോറി എത്രയും വേഗം ടെൻഷൻ അടിക്കണ വെൽ ഡിസോർഡ് ഒന്നിട്ടായിരുന്നു. വെടിവെക്കുന്നവരൊക്കെ നല്ല ദേഷ്യമല്ലേ കണ്ണാവിക്ക് ഇപ്പൊ? എല്ലാം നമ്മുടെ ബ്രദേഴ്സ് അല്ലേ അണ്ണാ, നമുക്ക് എന്ത് ദേഷ്യം. താങ്ക് യു ഡെസ്ട്രോ. നാളെ നമ്മളൊരു ചെറിയൊരു അറിഞ്ഞോണ്ടാണ്. എടാ ഇത് പിന്നെ നമ്മൾ എക്സ്പെക്ടഡ് ആടാ ഇവരോട് കളിക്കുമ്പോ ഒരു കരച്ചില് മിനിമം. അല്ല ഒരു എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഹോൾഡ് ഉള്ളതാണ്. കഴിഞ്ഞ വാരം തന്നെ 5 ഹോൾഡ് ആയിരുന്നു. അവസാനം നീല പോ മൈനൊക്കെ വലിച്ചെറിഞ്ഞാണ് എന്നെ കളിച്ചത്. അവന്റെ തോക്കിനകത്തുനിന്ന് ബുള്ളറ്റ് വരുന്നു പറഞ്ഞ ഒരു ദിവസം ഒരു പയ്യ FRP വലിച്ചു. നമ്മളെല്ലാവരും തോക്കിയത് ബുള്ളറ്റ് വരുന്നു. എടാ ഞാൻ ഏതോ ഒരു സോംബി ഗെയിം കളിക്കുന്നത്. എന്റെ PO ഒന്ന് കണ്ണാപ്പി കിക്ക് കയറി ഒന്ന് കണ്ടേടാ. അടിപൊളിയാക്കണമെങ്കിൽ അവരെ പറ്റി പറഞ്ഞത് /FPS അടി. /FPS അടിച്ചാ ഇങ്ങനെ ആയത്. അതില് ബെറ്റർ ഗ്രാഫിക്സ് ഇട്ടല്ലേ ഇങ്ങനെ ആയത്. ബെറ്റർ ഗ്രാഫിക്സ് ഇട്ടത് ഈ ക്ലൈമറ്റ് കൊള്ളത്തില്ല ബെറ്റർ ഗ്രാഫിക്സിന്. ഇപ്പൊ ഞാൻ GTA തിരിച്ചു വന്നു. ഇത്രയും നേരം ഞാൻ ഒരു സോംബി ഗെയിമിലായിരുന്നു. കറുത്ത ആകാശം. അണ്ണാ എനിക്കും അങ്ങനെ സോംബി അക്കാപ്പലിസ് ഒന്നുമല്ല. വേറെ ആരും പോരുത് കേട്ടോ. എല്ലാം കുത്തി അടിച്ചു. അണ്ണാ അതില് ഇതിട്ട് നോക്കി അണ്ണാ
ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, നോ ജി പി യു. ഐ ആം പുവർ സോ നോ ജി പി യു. ഞാനിപ്പോ ഞാനിപ്പോ നസീറിന്റെ കാലത്ത് ഞാൻ അണ്ണാ ഇതിട്ട് നോക്കണ്ട അണ്ണാ, നോ ജി പി ഇട്ട് നോക്കാം. ഐ ആം പുവർ സോ നോ ജി പി യു. അതിട്ട് കഴിഞ്ഞാൽ അണ്ണന് 1000 FPS വരുമല്ലോ. ഇത് പിന്നെയും ബ്രോ ഹോൾഡ് ഇപ്പൊ മാറ്റോ? നിങ്ങളുടെ പിള്ളേർ റെഡിയാണോ? ആ റെഡിയാണ് റെഡിയാണ്. എടാ നമ്മൾ റെഡിയല്ലേ? അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസു ബ്രോ, ഡെസ്ട്രോ ബഗ് അടിച്ച് റോസ്വുഡിന്റെ വെളിയിൽ പോയി. അതേപോലെ SRയുടെ ഒരു പ്ലെയറും ബഗ് അടിച്ച് റോസ്വുഡിന്റെ വെളിയിൽ പോയി. അവിടെ ഫൈറ്റ് ആയിട്ട് ഡെസ്ട്രോ ഒരുത്തന്നെ അടിച്ചു വന്നു. അപ്പൊ അത് ബഗ് ആയതുകൊണ്ട് നമ്മൾ ആ പ്ലെയറിനെ തിരിച്ചു കയറ്റുന്നുണ്ട്, ഡെസ്ട്രോനെ തിരിച്ചു കയറ്റുന്നുണ്ട്. അതവൻ അറിഞ്ഞോണ്ട് അടിച്ചല്ലോ, അവന്റെ റിഫ്ലക്സ് ആണ്. എന്റെ പൊന്നെ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പോയി ഡെസ്ട്രോയ്ക്ക് ഇങ്ങനെയാണത്. കണ്ണാപ്പി വേണ്ട നീ, ഞാൻ പോണ്. നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല. നിന്നോടൊന്ന് സംസാരിക്കാൻ അഡ്മിൻസിന് പോലും താല്പര്യമില്ല. കണ്ണാപ്പി എന്തൊരു ഇപ്പൊ ഡെസ്ട്രോയ്ക്ക് വരെ പോയി നമ്മളവിടെ പോയെങ്കിൽ നമ്മളിപ്പോ ചത്ത് നമ്മളെ അടിച്ചു കൊന്നേ, നമ്മളെ അടിച്ചു നമ്മളിറങ്ങി എപ്പോഴേ പോയേ. നിന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരാളുണ്ടോ സിറ്റിയിൽ? ഇഷ്ടം പോലെ ഒരാളുടെ പേര് പറ. ബോബോയ് നിനക്ക് ഇഷ്ടമാണോ കണ്ണാപ്പിയെ? ഇഷ്ടമാണ്. എന്റെ ജീവനല്ലേ എവിടെ പോയപ്പോ എന്നെ വിളിച്ചല്ലേ? വണ്ടി എടുക്കില്ലേ? ഇല്ല എന്നാ അറിഞ്ഞോണ നാളെ നമുക്കൊരു ചലഞ്ച് ഉണ്ടാ. 2 BS ചലഞ്ച് എന്തോ ചോദിക്കണ. ഡോ 5 ഡിന്നർ അടിക്കണം. ഡോ 5 ഡിന്നർ അടിക്കണം. എന്ത് കിടിലായിട്ടാ പുള്ളി നിങ്ങളെ പറ്റിച്ചേ? ചേച്ചിയില്ലേ നമ്മുടെ ഫിഫിയാണോ? എനിക്ക് ബുദ്ധിയുണ്ടേ. നാളെ അണ്ണ നമ്മളെ ദയനീയ അവസ്ഥ കണ്ടിട്ട് അണ്ണ അണ്ണ ഒരു സ്റ്റീവ് ചൈനീസ് പേരൊക്കെ ഇട്ട് അണ്ണ ഫ്ലാങ്ക് ഒക്കെ വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യണം കേട്ടാ. സപ്പോർട്ട് ചെയ്യണേ ക്യൂ സ്നൈപ്പ് ചെയ്ത് അണ്ണന്റെ അക്കൗണ്ടിൽ വരരുത്. വേറെ പേരിട്ട് ചൈൻ ഷീഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈന പേര് വന്ന് അടിച്ച് അത് കില്ലൊക്കെ എടുത്തത് ഉപകാരമായിരിക്കും. ഞാൻ മില്ലട്ടക്ക് മോഹൻ എന്ന് പേരിട്ട് വരാം. അപ്പൊ പിടിക്കാം അണ്ണ ചൈനീസ് പേരിടുക, അതാകുമ്പോ അറിയത്തില്ല. SRR നിൽ ഗോട്ട് ചിരിക്കണം. വേണ്ട ഹോൾഡ് മാറിയോ? അല്ല അവന്മാര് പോയി. രണ്ട് ലൊക്കേഷനിലാക്കിയതായിരിക്കും. വേണ്ട മലയിൽ കയറി വീണ്ടും വെച്ചിരിക്കുന്നവരൊക്കെ ബ്രോ വണ്ടി ആ റെഡ്ജില് താഴോട്ട് ഇറങ്ങി പൊക്കോണ്ടിരിക്കുക. ഓട്ടിച്ചങ്ങ് പോയി. എവിടെ? അവരപ്പുറത്തെ കണ്ടം പിടിച്ചു. എടാ നമ്മളെ എല്ലാരും തിരിച്ചു വന്നേടാ. നമ്മളെ ഇവിടെ അഡ്മിൻസ് വന്ന് സംസാരിക്കും. നമ്മളെ എല്ലാരും ഈ മാർക്ക് തിരിച്ചു വന്നേ. ബ്രോ ഉരുണ്ടു പോയതല്ല ബ്രോ, അവര് ഓട്ടിച്ചങ്ങ് ദൂരെ പോയി. അത് മനസ്സിലായി. ബ്രോ അവരുടെ ചോദിച്ചപ്പോ അവര് മറ്റേ SRR വണ്ടി എടുത്ത് പോയിട്ട് അവര് മറ്റേ വാട്സാപ്പിലൊക്കെ ചിരി അതൊക്കെ ഇടണം. ശ്രദ്ധിച്ചില്ലായിരുന്നു, സോറി. ഹോൾ ടൈമില് വാട്സാപ്പില് ചിരി ഇടുന്നു ബ്രോ. അവനെ നോക്കണം കേട്ടോ, കള്ളനാ. നോക്കാം. കാര്യം ഇവിടെ ഞാൻ നോക്കുന്ന അവിടെ വേറെ അഡ്മിനാണ് നോക്കുന്നത്. അപ്പൊ ഇവിടത്തെ കാര്യം മൂവ് ആയപ്പോ ഞാൻ കണ്ടപ്പോ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടത്തെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവിടുത്തെ നോക്കുന്ന ആളുടെ അടുത്തൊന്ന് പറഞ്ഞ ആ കള്ളനെ പിടിക്കാൻ. പറയാം വിത്ത് പ്ലഷർ. എന്നെ തല്ലി കൊല്ലിനി ജുഗ്രു. നമ്മടത്ത് പറയരുത് കേട്ടാ. അതുവേ വെറുതെ പോയി തല്ലിയേനെ. നിന്റെ ലീഡറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേ ഓൾറെഡി. നമുക്ക് ഇവിടെ തന്നെ കളിക്കാം. നമ്മുടെ 8 വണ്ടി ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞ അഡ്മിൻ. പ്ലാൻ തന്നെ ഇതാണ്, മനസ്സിലായോ? ഇങ്ങനെ ഒരു 10 വട്ടം ഓൾറെഡി ബാക്കി ഓപ്പോസിറ്റ് ഉള്ളവരെ SRR മൂവ് ചെയ്യുന്നത് SRRക്ക് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലൊക്കേഷൻ കൊടുത്ത് അങ്ങോട്ട് മാറ്റിയതാണ്. ഓടിച്ചു വന്ന നമ്മുടെ പെട്രോളാ കുറെ നേരമായി വണ്ടിക്കകത്തിരിക്കാൻ. പെട്രോൾ വേണോ? പെട്രോൾ അടിച്ചു വേണോ? പമ്പിലായിരുന്നു ഇതിനു മുമ്പേ. അതെ പമ്പിലായിരുന്നു. ഇവിടെ വണ്ടി വല്ലതും വരാനുണ്ടോ? നമ്മുടെ ഒരു വണ്ടി പെർമനന്റ് മേടിച്ചിട്ട് അവിടെ ഇരിക്കണം കേട്ടാ. ഞാനൊന്നും ഇടപെട പോലും ഇല്ല ഇതിനകത്തൊന്നും.
എന്നാലും എന്റെ വാസപ്പോ നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ യവന്മാരൂടെയാണോ? അതെ അതെ ഇന്ന് എന്റെ ഗതികേട് ഇതായി പോയി ബ്രോ. അല്ല നാളെ 24 മണിക്കൂർ സ്ട്രീമില് 2 ഡിന്നർ, അപ്പം എത്ര 68 മണിക്കൂർ സ്ട്രീമാ? 5 ഡിന്നർ 2 അല്ല 5. അപ്പൊ 50 ദിവസം സെറ്റ്. എടി എന്തുവാ ഇത്? ഞാൻ ഇല്ല ഈ നെഗറ്റീവ് ഒക്കെ നമ്മൾക്ക് വേണം, എന്നാലേ നമുക്ക് ഈ നെഗറ്റീവില് അടിക്കുന്ന ഒരു അടി ഉണ്ടാ പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ഇറക്കും. നാളെ ഒരു 1.5 അടി അടിക്കും. നമുക്ക് 7 വണ്ടി ഉള്ളേ, 8 വണ്ടി ഇല്ല. ബ്രോക്കോഡ് അഡ്മിന് നമുക്ക് 8 വണ്ടി ഇല്ലടാ, നമുക്ക് 7 വണ്ടി ഉള്ളേ. ഒരു വണ്ടി പോയോ? ആ ഒരു വണ്ടി ഞങ്ങൾ ഇവിടെ പോസ്റ്റ് വിളിച്ച സമയത്ത് ഗ്ലിച്ചായി താഴെ പോയി. ഒരു വണ്ടി ഫോൺ ചെയ്ത് തരാമോ? ഒരു സെക്കൻഡ്. ഇതിപ്പോ പെർമനന്റ് അല്ലേ? അണ്ണന്റെ സെർവർ ആടായത്. ഒരാൾ ഇറങ്ങോ, ഒരാൾ പുറത്തോട്ട് ഇറങ്ങോ, ആരെങ്കിലും ഒരാൾ. ഞാൻ ഇറങ്ങാലോ. ഞാൻ GRV അടിച്ച് ഗ്യാങ് ഹൗസിലോട്ട് വിടാം. അവിടെ പോയി വണ്ടി ഫോൺ ചെയ്തിട്ട് ID പറയുമ്പോ ID ഉടക്കി വലിച്ചേരാം. ഞാൻ വലിച്ചേരാം. വലിപ്പിക്കല്ലേ അധികം. മണ്ണ കേറാ തിരിച്ച് ബോബോയ്. വേണോ വേണ്ട? ഇപ്പോ വണ്ടി വേണ്ട നിങ്ങൾ അപ്പാപ്പ വരെ കയറാൻ പറ്റുമോ ഇനി? ഇല്ല, തുടങ്ങി അടി തുടങ്ങി. അല്ല അടി ആരും ഡൗൺ ആയിട്ടില്ലല്ലോ ബ്രോ. ഇപ്പൊ ഞാൻ ഡൗണോ? വണ്ടി കയറാൻ പറ, എന്നിട്ട് ദൈവങ്ങളോട് എന്താ പറയാ LDV അടിക്കാം. ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ വന്നോണ്ടിരിക്കുക. മാറ്റി താക്ക്, താഴെ പാർക്ക് ചെയ്തോളൂ, അവനെ മുടിച്ചൊന്ന് കേറണ്ടെന്നാ മതി. ചൂലം പടയുടെ ജമ്പട കൊട്ടിക്കോലം തുള്ളും താളം, ധീരം പടയുടെ പൻപിടി കെട്ടിക്കൊട്ടിക്കേറും താളം. ഇന്നക്കരെ ഉള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകലടിമേളം. ഇത് മാമേലെ സൂര്യൻ ഉദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്നു തേടി വരുന്നൊരു വെള്ളിത്തേരാണ്. വെൽമുരുകാഹരോഹരാഹോ. എനിക്ക് ഒന്നും കാണുന്നില്ലടാ. ബെറ്റർ ഗ്രാഫിക്സ് വേണ്ട, പറന്നോണ്ടിരിക്കുകയാണ്. ഹെൽപ്പ് നമുക്ക് പോയി നോക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. എവിടെയും ഇറങ്ങട്ടെ. ഇവിടെ വന്നല്ലോ. വന്ന ഇങ്ങെത്തിയോ? ഈ വണ്ടി മന്ത്രമൊന്നും അറിയില്ലടാ. പിടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. അവക്ക് വെറും കള്ളത്തരോ കള്ളത്തരം മാത്രം പറയുന്നതാണ് ഈ കണ്ണാപ്പി. ഞാൻ ലൈവാടാ, പറ്റില്ലടാ. കണ്ണാപ്പി ഉണ്ടല്ലോ, ഇവന്റെ ഒക്കെ കൂടെ 5 മിനിറ്റ് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ എക്സാമ്പിൾ അംബാനി അറിയത്തില്ലെങ്കിൽ അംബാനി ഇവന്റെ മാമനാക്കി കളയാം. നിങ്ങൾക്ക് മറ്റേ മുംബൈയിലുള്ള മറ്റേ പുള്ളി അറിയാമോ? പുള്ളി റിലയൻസിന്റെ ഒക്കെ ഓണറാന്നൊക്കെ പറഞ്ഞ് ഞാനായി കളയാം. അങ്ങനെ ചെയ്യാൻ പറ്റൂല, രണ്ടേലും എടുക്കാൻ പറ്റൂല. മഴയല്ല നിനക്ക് എന്താണ് കണ്ണാപ്പിയാണ് മുമ്പിടെ സ്ഥിരം ജോബാക്കിയത്. വേറെ ഹെലി എടുക്കാനാണെങ്കിൽ ഈ ഹെലി DV അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കാർ എടുത്തോണ്ട് വന്നാലും മതി. ഉമ്പൽക്കണ്ണൻ ഇങ്ങനൊന്നും പറയല്ലേടാ, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. അതിന് ആള് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളല്ലേ, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പാപ്പ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പുതിയതായിട്ട് വരുന്ന ആളല്ലേ, നമുക്കത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വരുമ്പോ വന്ന് വിളിച്ചാൽ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ
ബ്രോ നമ്മളെ കത്തിപ്പോയി, മോബി കത്തിപ്പോയി, ആള് കയറിക്കൊണ്ടിരിക്കുക. ഹലോ എവിടെയാണ് ഡോക്ടർ ബ്രോ? നമ്മുടെ സെർവറാണ്. ബ്രോ മാക്സിമം ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. എടാ ഇങ്ങനെ വന്ന് കേറാടാ, എനിക്ക് ആ വീഡിയോ കിട്ടുന്നടാ, ഞാൻ കിക്കാവുന്നടാ, ഒരു വാണി കൊടുക്കാൻ തീർന്ന് കിക്കാവും. എനിക്ക് 2 വാണിയായി. ഇവിടെ സർവറിന്റെ ബഗ് പറഞ്ഞു വാങ്ങിവാ ബ്രോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബോഡി അതിന്റെ പുറത്തോടെ ഓടി കളിച്ചു കഴിഞ്ഞാൽ സെൻസർ നിങ്ങളെത്തിയല്ലോ ഓക്കെ. അല്ല രണ്ടും ഒരേ ഹെലിയല്ലേ? ഇവരുടെ വാറിന് മാത്രം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതാ എന്റെ ചോദ്യം. ഇവരുടെ വാർ നടക്കുമ്പോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അടിനാശം, വെള്ളപ്പൊക്കം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ടിജിയുടെ വാറൊക്കെ പടപടയെന്നൊക്കെ തീരും കേട്ടാ. ഞാനൊന്ന് മുള്ളിയിട്ട് വരട്ടെ. അതിനിടയ്ക്ക് സാമാനത്തെ ട്യൂബ് ഇട്ടേക്കുന്നു. അപ്പാപ്പൻ എന്തോ പറ്റിന്ന് വരാൻ? വന്നിട്ടില്ല. ഹലോ, ഒരു പ്ലെയറിന് വേണ്ടി ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളേ? നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. മിസ്റ്റർ എ പി ഒരു സെക്കൻഡ്. 11:45 മാക്സിമം 5 മിനിറ്റ്. 11:50 ആവുമ്പോ നമ്മൾ തുടങ്ങും. മാക്സിമം 5 മിനിറ്റ് അതിനകത്ത് നമ്മൾ തുടങ്ങിയിരിക്കും. ഓക്കെ, അതിനകത്ത് കയറുന്നവരടുത്ത് കയറിക്കോളാൻ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോളൂ. പിന്നെ അതിന്റെ പേരിൽ ഒരു പരാതി വരും. മാക്സിമം 5 മിനിറ്റ് എനിക്കിത് കാണുമ്പോഴേ വരുമ്പോ പറയാം ബ്രോ. ഇപ്പൊ മാറ്റാൻ ടൈമായി. പിന്നെ അവര് പറയാം 5 മിനിറ്റ് എന്ന് പറയും. വെറുതെ എന്തിനാ? ഇപ്പൊ 5 മിനിറ്റേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞോളാം. കേക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മിസ്റ്റർ എ പി. നിങ്ങളുടെ പിള്ളേര് കാരണം ഞങ്ങൾക്ക് സ്പെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വണ്ടിയുടെ അടുത്തോട്ട് വരുമ്പോ അശ്ലീല ശബ്ദങ്ങൾ മൊത്തം എന്താന്നറിയില്ല. ഇതാരൊക്കെയാ കൂടുതൽ കൊള്ളാലോ. അപ്പൊ എന്നൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് രക്ഷിക്കാവോ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന്? ഞാൻ ഹെലിയുടെ ചിറകിൽ കടിച്ചു പിടിച്ചിരുന്നതാ. നമുക്ക് ആകാശത്ത് കളി കാണാം. നാടൻ പട്ടിയും പോയാ പിന്നെ അതിലും നമ്മൾ കളിക്കേണ്ടിരിക്കുന്നില്ലേ? ഈ അശ്ലീല സൗണ്ട് ഓഫ് ചെയ്യാൻ ഏത് ബട്ടണിലാണ് ഞെക്കേണ്ടത്? എന്റെ അവിടെ അത് എന്റെ ആണ്. അത് കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നത് ബാനിന് വേണ്ടിയാണ്. ഞെക്കിക്കോട്ടെ. അല്ലല്ല അതില്ല. ഞാൻ ഈ സർവർ മേടിച്ചിട്ടേ അഡ്മിൻസാൻ എടുത്ത് നിൽക്കുമ്പോ അല്ലടാ ഇതുവരെ നല്ല വില. എല്ലാം കൂടെ ഒരു 5-6 ലക്ഷം രൂപ എന്തായാലും. എങ്ങനെ പോലും ഈ സർവറിന് ഇപ്പൊ ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ വില ഉണ്ടാവൂലടാ. അല്ല അത്രയൊന്നുമില്ല. സ്ക്രിപ്റ്റ് എല്ലാം കൂടെ ഒരു 50,000. 50,000 രൂപയ്ക്ക് നിന്റെ അച്ഛൻ തരും സ്ക്രിപ്റ്റ്. അല്ല സ്ക്രിപ്റ്റ് എല്ലാം കൂടെ 50,000. പിന്നെ ഒരു വണ്ടിയുടെ പാക്കിന് 80,000 രൂപ ഞാൻ കണ്ടതാന്ന്. ഡെവലപ്പർ റിപ്പോർട്ട് നമ്മുടെ കൂടെ എല്ലാത്തിന്റെ ഒരു കോപ്പി മതി. ഒറിജിനലോട് വെച്ചോളാൻ പറ. ഈ സർവറിന് എങ്ങനെ പോലും 6-7 ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും ഈ സർവറിന്. പണ്ട് 2 സ്പോൺ ചെയ്തുകൊണ്ട് തന്നത്. ഫോൺ ചെയ്തല്ലേ എന്നിട്ട് മാഫിയ ഉണ്ടാക്കിയ കിട്ടുന്ന ഇവനെടാ പണ്ട് ഇവനെ ഞാൻ ടിവിയിൽ എടുത്ത സമയത്ത് കേട്ടാ, ഇവന് മാക്നോളജ് എന്നൊക്കെ പറഞ്ഞ് ബോബോയെ എടുത്ത സമയത്ത് ഇവൻ
ഇവനൊരു ഗണ്ണെന്റെ കൊണ്ട് തന്നു കേട്ടാ. ഇത് സിറ്റിയിൽ അണ്ണന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഇതാക്കിയാന്ന് പറഞ്ഞൊരു ഗണ്ണ് കൊണ്ട് തന്നു എന്റെ കയ്യില്. ഞാന് മുതുക്കി ചെന്നപ്പം 50 പേര് അതും പിടിച്ചിരിക്കണം. അവരുടെ കയ്യിൽ നിന്ന് 6 നമുക്ക് പിടിച്ചു പറിച്ചതാണ്. എന്നിട്ട് എന്റെ അടുത്ത് ആളാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചാറ്റൊക്കെ കത്തി വന്ന് ചാറ്റൊക്കെ തീ ബോബോയ് തീ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അബദ്ധം പറ്റിയതാന്ന്. അവനും കള്ളൻ 2 കള്ളന്മാര് ഒരുമിച്ച്. അല്ല അത് കഴിഞ്ഞിട്ട് വേറെ കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡബിൾ ബാരൽ കൊണ്ട് തന്നെ കേട്ടാ. ഡബിൾ ബാരൽ 2 ബുള്ളറ്റ് ഏൽപ്പിച്ച് തന്നെ. 2 ബുള്ളറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞ് ഇതും റയറസ്റ്റ് തോക്ക, മറ്റേ ഇതൊക്കെ വലിയ നീളമുള്ള തോക്ക്. ഈ 2 ബുള്ളറ്റ് ആയിരുന്നു ആകെ. ഇത് ഈ സെർവറിൽ പോലും അതിന്റെ 2 ബുള്ളറ്റേ ഉള്ളൂ. അത് വെടിവെച്ച് കളഞ്ഞു അന്ന് തന്നെ. അതിന്റെ ബുള്ളറ്റ് ഇല്ലാതെ ഒരു 100 ദിവസം ബുള്ളറ്റ് ഇല്ലാതെ ആ തോക്ക് തോളത്തിട്ട് കൊണ്ടു നടന്നു ഞാൻ. മറ്റേ വേട്ടക്കാരന്മാരെ പോലെ. ആ മസ്കറ്റ് ഇതെല്ലാം തോക്ക് കിട്ടിയിട്ടുണ്ടാ. സംഗതി വെസ്റ്റ് ബോയ് ആ സമയത്ത് ടി ജിയിലായിരുന്നല്ലോ, നമ്മുടെ എല്ലാം കാണുമായിരുന്നു കേട്ടോ. വേറെ ഏതോ നമ്മളൊന്ന് അറക്കണം. ആ നോന്ന് കണ്ട അവന്റെ സുഖം കണ്ട. ഇവനൊക്കെ എന്താണ് പറഞ്ഞില്ലേ ഉമ്മാര് നമ്മള് നോട്ട് റെഡി ഇട്ട് തിരിച്ചിട്ടോണ്ടിരിക്കും. ഒന്നുമില്ല നിക്ക് ഫ്രസ്ട്രേറ്റഡ് ആവണ്ട. ഇത് ആ കളിയിൽ വാശി കാണിച്ചാൽ മതി. ഇവന്മാരെ അടിച്ചിട്ട് പോകണം, ആ രീതിയിൽ നിന്നാ മതി. അങ്ങനെ തന്നെ നിന്നാ മതി. ഇനിയിപ്പോ നമ്മള് ജയിച്ചാലും തോറ്റാലും ഫ്രീ വാറിനെ അടിച്ച് ജയിച്ചാലും തോറ്റാലും ഇവന്മാരെ അടിക്കും എന്നുള്ള മൈൻഡിൽ തന്നെ നിനക്ക് അടിച്ച് പൊതിയല്ലോ ഇപ്പം. നാടൻ പട്ടിക്ക് ഷൂസ്. ആ അത് അങ്ങനെയാണ് നിന്നെ ഇപ്പൊ ഈ മാറി കയറ്റിയിരുന്നത്, മനസ്സിലായ? നാടൻ പട്ടി പാട്ടോ ഞാൻ ഓൾറെഡി പാടിയായിരുന്നു. പിള്ളേരൊക്കെ ചാർജ് ആയിരിക്കും. ഇനി എന്ത് പാടാൻ? അയ്യോ അത് പാടിയ ഇവന്മാര് വണ്ടി കൊണ്ട് കൊക്കയിലിടും. അപ്പാപ്പ ഇവന്മാരൊക്കെ ഇപ്പൊ ചാർജ് ആവണമെങ്കിൽ മോട്ടിവേഷൻ പാട്ടൊന്നും അല്ല അപ്പാപ്പ. ഇപ്പൊ ഇതൊക്കെ വേണം. മറ്റേ കുഞ്ഞുവാ വെക്കുന്നല്ലോ മുച്ചിരി ഒരു പാട്ട് പാടി ചാർജ് ചെയ്താൽ എല്ലാരും ഒന്ന് പെട്ടെന്ന്. മുച്ചിരി ആറ്റിലൂടെ ഇടല്ലേ പാട് പെട്ടെന്ന്. അണ്ണാ മറ്റേ കുഞ്ഞുവാവയുടെ പാട്ട് പാടി തരുമോ? ഇവനൊക്കെ ഏപ്പിയാണ് മുച്ചിരിയൊക്കെ. ബാക്കിലുള്ള വണ്ടി എന്ത് ചെയ്യണം എല്ലാരും? ഹലോ റെഡിയല്ലേ പറഞ്ഞേക്ക്. അവരാ മലയുടെ മണ്ടയ്ക്ക് ക്യാമ്പ് ചെയ്യാം. ഒന്നാമത്തെ കേസ് അവർക്ക് നമ്മൾ ഇങ്ങോട്ട് അടിക്കണ്ടേ. ഒന്ന് സ്ലോലി നമുക്ക് ആ 5 മിനിറ്റ് അതിനകത്ത് ക്യാമ്പ് ചെയ്ത് അവർക്ക് ഇറങ്ങി പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഏതാ മലയെന്നൊന്ന് പറയാമോ? മുച്ചിരി ഏപ്പിയാണോ? ഇവനെന്ത് റെസ്പോണ്ട് ചെയ്യാത്ത? റിപ്പയറിന്റെ അപ്പുറത്തെ മല. അവര് പോയാണോ അവിടെ നിന്ന്? അവിടെ ഉണ്ടോ? അവിടെ തന്നെ ഉണ്ടോ? എടാ മുച്ചിരി കേക്കോ റേഡിയോയില്? ഹലോ മുച്ചിരിയെ. മുച്ചിരി ഉണ്ട്. അങ്ങോട്ട് പോകണ്ട. അല്ലടാ മുച്ചിരി എന്റെ പേരാടാ. എന്റെ പേരാ മുച്ചിരി വാസു. ഇവരെയൊക്കെ കൂടെ എന്ത് ചെയ്യാന്നുള്ള ഉത്തരവാദിത്വമില്ല. എടാ ഇത് റിപ്പയറിൽ കറങ്ങിക്കളിയാണ്. കേട്ടാ അവരാ റിപ്പയറിനാണ്. ഇത് ഏത് ഗെയിമാ ഗൈസ് ഇത്? ഫുഡ് വാട്ടർ കഴിക്കട്ടെ. ഇത് ഏത് ഗെയിമാ ഇത്? അയ്യോ എന്റെ അമ്മച്ചി കണ്ണുപോയി എന്റെ. സോറിടാ സോറി. ഇന്നലെ എന്റെ നെഞ്ചിലെ പരിപാടി. അവർക്ക് നമ്മളെ പുഷിയാണ്. നമ്മളെ നമ്മുടെ ഒരുപാട് പേര് കമ്മിറ്റ് ചെയ്യല്ലേ, കാരണം അവിടെ വണ്ടി ഉണ്ട്. നമ്മളെ ചുമ്മാ ഇൻഫോ കൊടുക്കാൻ വന്നേടാ. ലെഫ്റ്റ് കയറി ടോപ്പ് നോക്കിയടാ. ലെഫ്റ്റ് ഒന്ന് കയറി ടോപ്പ് നോക്കിയടാ. അവിടെ വണ്ടി ഉണ്ട്. അവരല്ലാതെ അവര് ഇൻവിറ്റേഷൻ
അവരുടെ ക്ലോസ് അതൊറ്റയ്ക്കാ ആ റോഡിലുള്ള വണ്ടി ഒറ്റയ്ക്കാ നോക്കി കളി മലയിലല്ല കളിക്കുന്നത് എനിക്ക് അത് ആ സമയത്ത് 5 മിനിറ്റ് അങ്ങനെ ചെയ്യത്തില്ല ഓലെ 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 അവര് വീണ്ടും ആ മല വീണ്ടും ഈ കല്ലേ കുത്താവോ ബാ ഈ കല്ലേ ഓടി കല്ലേ കുത്തി അവിടെ കുത്തി കല്ലേ കുത്തി അവിടെ ഒരു വണ്ടിയെ ഇറങ്ങിയിട്ടുള്ളൂ കല്ലേ കുത്തി അത്രേ ഉള്ളൂ കൊറ എല്ലാത്തിനും നമ്മുടെ 2 ടയറും പൊട്ടിയടാ ഞങ്ങൾ ഇവിടെ റിപ്പയർ ചെയ്തിട്ട് കമ്മിറ്റ് ആവോ കുറച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വരെ ഞങ്ങൾ റിപ്പയർ ചെയ്യണം അടിച്ചോ എന്റെ ആളിയോ ഇതൊന്നും റിപ്പയർ ചെയ്യട്ടേടാ കല്ല് കുത്താൻ മറക്കല്ലേ കേട്ടാ റിപ്പയർ ആവുന്നില്ല ഇല്ല ഇമാര് കുത്തിക്കോടാ അമ്മ ക്ലോസിലുണ്ടോ ബാക്കിയുള്ളവർ പോ വണ്ടി റിപ്പയർ നിക്കല്ലേ റിപ്പയർ നിൽക്കണ്ട ഇവിടെ കുത്തിയോട് ഈ മല വരാ തിരിച്ച് മല മാർക്ക് നോക്ക് മല നോക്ക് അടിച്ചോണ്ടിരിക്കുന്ന വണ്ടി കയറി തിരിച്ച് ടയറില്ലടാ നോക്ക് അതിന്റെ ഇടയ്ക്ക് പെട്ടിട്ടുണ്ടാവുമാര് കല്ലിന്റെ ഇടയ്ക്ക് നൈസറാ എനിക്ക് റിപ്പയർ ചെയ്യോ ഞാൻ പറഞ്ഞ കോൾ എത്തുക 2-3 വണ്ടി റിപ്പയർ ചെയ്യോ 3 വണ്ടി വണ്ടി കയറണ നമ്മുടെ വണ്ടി ഇവിടെ പെട്ടെന്ന് റൈറ്റ് പിക്ക് നോക്കണേ വണ്ടികളെല്ലായിടത്തും ക്ലിയർ ചെയ്യേ മല വീണ്ടും കുത്തും ഞാൻ പറഞ്ഞേക്കും മല കുത്തും ഇവിടെ കുത്തിയങ്ങ് അടിച്ചോ ഞാൻ കുത്തിക്കാണ് അത് കമ്മിറ്റി ആ കോൾ കമ്മിറ്റി നമ്മുടെ ആൾക്കാരെ ഈ മാർക്കിലോട്ട് അതൊന്ന് 2 സൈഡും കറങ്ങി വന്നടാ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇനി അവിടെ ടൈം കിട്ടിയില്ല അടിയടാ അവിടെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കും അമ്മമാരിപ്പോഴും പണ്ണടാ അമ്മമാരെ വരെ വട്ടത്തിലിട്ട് പണ്ണ് അടി ആ കടാ എങ്ങനെ കടാ കട കഴിഞ്ഞു ജിജി ഒന്നും ചെയ്യാൻ പറ്റും
എനിക്ക് 2 സൈഡിൽ ഞാൻ താഴോട്ട് ഇറങ്ങി ഹീൽ ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും അവന്മാർ റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും വന്നു. 2 സൈഡിൽ നിന്നും കിട്ടി. എനിക്കൊന്ന് കവറിലോട്ട് കയറാനുള്ള സമയം പോലും കിട്ടിയില്ല. പോറ കണ്ട നിർത്തി നിന്റെ അമ്പി SRR മുച്ചിറി ബ്ലേസ്. അതെന്താ? അത് ഏത് ലാംഗ്വേജ് ആണത്? പോറ കണ്ട SRR അതെന്ന് പറഞ്ഞാൽ അതെന്താണ്? ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ അത്? പോറ കണ്ട അമ്പി SRR നമ്മൾ 18 അല്ലേ എന്തോ ഉണ്ട്. നമ്മളാകെ 7 പേരെന്തോ വീണേ. 7 പേരെ വീണേ. ഓടാ കണ്ടി അമ്പി SRR. ഓ അതാണല്ലേ. ഓ ആ നമ്മൾ 18 അല്ലേ എന്തോ ഉണ്ട് ഗൈസ്. നമ്മൾ 18 അല്ലേ എന്തോ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടെ നമ്മുടെ പയ്യന്മാരൊക്കെ ചത്തേ. കണ്ണാപ്പി അതാ അഡ്മിൻ ലൈവ്. നോക്കട്ടെ ഒരു മിനിറ്റ്. അയ്യോ ഇത് ഗ്യാങ്ങറാണ്. മുച്ചറി ഹലോ. ഇതെന്താ PL ആണോ? ഹലോ പക്ഷെ എനിക്ക് ഇൻവെന്ററി ഒന്നും വരുന്നില്ല. ടോക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇൻവെന്ററി വരുന്നില്ല. ഇതെന്താ ഇൻവെന്ററി വൈപ്പാവോ? PLന്റെ ആണോ? പക്ഷെ എനിക്ക് ഒന്നും വരും. ഫോൺ വന്നു. ഓക്കെ. വാട്ട്? സിറ്റി കത്തിയോ? സിറ്റി കത്തിയോ? എല്ലാരും കത്തിയോ? അതോ ഞാൻ മാത്രമാണോ കത്തിയത്? എല്ലാരും കത്തി. നോക്കട്ടെ. ഓൾ കത്തി. സിറ്റി കത്തി. ഇല്ലല്ലോ. നീലിനൊക്കെ ഇതാണ്ടല്ലോ ഇവിടെ. നീലിന്റെ PO എടുത്തപ്പോ നീലിനൊക്കെ അവിടെ വയ്ക്കുന്നു. പക്ഷെ സിറ്റിയിൽ കുറെ പേര് കത്തി. കേറ കുറെ പേര് കത്തിയാ നോക്കാം. നമ്മള് സൗമ്യമായി മാത്രമേ ഫെയിൽ ടു ഫെച്ച് യുവർ ഡിസ്കോഡ് നെയിമോ? ഇതൊക്കെ എന്താണ്? ഡിസ്കോഡൊക്കെ ഓപ്പൺ ആണല്ലോടാ. ഇതെന്താടാ? നിങ്ങൾ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. നമ്മൾ ദാനൊന്നും മേടിക്കാൻ പാടില്ല. സൗമ്യമായി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മനസ്സിലായ? നമ്മൾ അങ്ങനെ വേണം ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. 1590 1590 ബ്രോ ഞാൻ കളിക്കുന്നത്. ഞാനിത് കടക്കാർ തന്ന ബാക്ക് PC കളിക്കുന്നത്. 1590 ഒക്കെ ശരിയാക്കാൻ കൊടുത്തേക്കുക. എൻ്റെ ക്യാബിനറ്റ് ഒക്കെ മാറാൻ കൊടുത്തേക്കുക. നേരത്തെ ഈ റോക്ക് സ്റ്റാറിന്റെ ലോഡിങ് വരത്തില്ലായിരുന്നു. ഇപ്പൊ ഈ റോക്ക് സ്റ്റാറിന്റെ ലോഡിങ് ഉണ്ട്.
അപ്പാപ്പൻ വന്നല്ലോ എന്നാലും. Guys, ഞാൻ ഭയങ്കര മെന്റലി ഡൗൺ ആയിട്ടിരുന്നപ്പോ ഉണ്ടല്ലോ അപ്പാപ്പൻ വീട്ടിൽ വന്നായിരുന്നു കേട്ടാ. വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ സംസാരിച്ച് ചില്ലാക്കിയിട്ടൊക്കെ പോയി കേട്ടാ. ഞാൻ ബാൻ മേടിച്ച ദിവസം എനിക്കാണെങ്കിൽ ഇതങ്ങ് മടുത്തതുപോലെ ആയി കേട്ടാ. എനിക്ക് ഗെയിം അടുത്ത് ഇതായതുപോലെ ആയി. മറ്റേ അന്ന് ആ ബാനും ആ സീനും ഒക്കെ നടന്ന ദിവസം. അപ്പം വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ. അവൻ ഇങ്ങനെ വന്നിട്ട് എല്ലാം സംസാരിച്ചിട്ടൊക്കെ പോയി. തിരിച്ചു പോയപ്പോൾ ഞാൻ ഇങ്ങനെ ബ്രാവോ താങ്ക് യു ഫോർ കമ്മിങ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു കേട്ടാ. 1.5 പുള്ളി എനിക്ക് റിപ്ലൈ ഒക്കെയാണേ. നീ വിളിച്ചപ്പോൾ KV ഇറങ്ങി വന്നു, പിന്നാണോ എറണാകുളം വരെ വരാൻ എനിക്ക് ബുദ്ധിമുട്ട് വന്നു. ഞാൻ ഇങ്ങനെ രോമാഞ്ചൊക്കെ അടിച്ച് സന്തോഷം വന്നിട്ട് എനിക്കൊക്കെ അയ്യോ. ഇത് എന്തൊരു പ്രശ്നമാടാ എനിക്കിത് ലോഡാവാത്തത്. ഇത് എന്തൊരു കഷ്ടമെന്ന് പറയണ പുല്ല്. ഈ ക്രാഷ് ആയവന്മാരെല്ലാം ഇവിടെ തന്നെ തിരിച്ചു വരുവോടെ? ഇത് കണ്ടാ ഗൈസ്, ഇത് നിങ്ങള് ഇത് ഇങ്ങനെ ഇരിക്കുവോ? ഇത് ഒരു ഇത് എന്റെ പൊന്ന് 5 എന്ത് വീണ്ടും കണക്ട് കൊടുക്കണോ ഞാൻ? ഇതിനെന്തോ വലിയ പ്രശ്നമുണ്ട് കേട്ടോ ഇതിന്. ഒന്ന് സിറ്റി കയറണമെങ്കിൽ 1/2 മണിക്കൂർ ആടെ. ഞാൻ ഒന്ന് മുള്ളിയിട്ട് വരാം. എനിക്ക് 2 സെക്കൻഡ് എന്തായാലും മുള്ളാൻ പോലെ കുറച്ച് വെള്ളം കുടിച്ച് അത് കളയാം. വന്നു. എനിക്ക് ഈ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കാണെങ്കിൽ ഡീഹൈഡ്രേഷന്റെ പ്രശ്നമുണ്ട്. വെള്ളം കുടിക്കാൻ തോന്നത്തില്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെങ്ങനെ മാറ്റാം? ഹലോ, എല്ലാം കഴിഞ്ഞോ?
എല്ലാം കഴിഞ്ഞോ? നമ്മളടിച്ചിട്ടാണ് മീറ്റിംഗ് വിളിച്ച് എടാ ഞാൻ കത്തിപ്പോയടാ, ഞാൻ സിറ്റിന്നേ കത്തിപ്പോയി. ഓ നമ്മളിത്ര പേരാണല്ലേ ഡൗൺ ആയത്? ഡൗൺ ആയിട്ടില്ല, അവിടെ വന്നതാ. ഡൗൺ ആയുള്ളൂ. എനിക്ക് 3 2 കിട്ടി. ഞാൻ ഇവിടെ ഉണ്ട്. എടാ മീറ്റിംഗ് വിളിച്ചോ? ഒരാള് കൂടി വരാണ്ട് മറ്റേ വീഡിയോ കിക്കായിരുന്നു, അവൻ ഇതുവരെ വന്നിട്ടില്ല. അവനെ കൈവാക്കിലിട കൊന്നൊക്കെ അവൈലബിൾ പ്ലേയേഴ്സ് ഒന്ന് ലിസ്റ്റ് ഇട്ടേ ഗ്രൂപ്പില്. എന്റെ കൂടെ ഇടണായിരുന്നു. എടാ മീറ്റിംഗിന് പോണ വണ്ടി ഒന്ന് ബുക്ക് ചെയ്ത കാര്യമല്ലോ, ഹെലിയൊന്ന്. ഞാനുണ്ടാണ് മീറ്റിംഗിൽ എന്നെ കൊണ്ടുപോകണം. എനിക്ക് 2 പറയണ്ട. 4 പേർക്കേ പറ്റുള്ളൂ. ആ കണ്ണാപ്പിയും വില്ലോനും വന്ന പേര് ഒരുമിച്ച് കിട്ടേക്ക്. അണ്ണൻ ഗ്യാങ് ഹൗസിലാണോ? ആ ഗ്യാങ് ഹൗസിൽ ഹെലിപാഡിലുണ്ട്. ഹെലിയിലാണോ നിങ്ങള്? നമ്മളൊക്കെ ചത്തായിരുന്നു. എടാ ഡെസ്ട്രോ ആയിട്ടല്ലേ സിറ്റുവേഷൻ എടുത്ത? ഡെസ്ട്രോ ലോല ഡെസ്ട്രോ കൊണ്ടുപോട്ടെ. ഓക്കെ ഇവ വന്നില്ലല്ലോ ഷാഡോ. ഇവ എവിടെ അഡ്മിനിസ്ട്രേഷൻ വിളിച്ചോ? അവൻ സ്ഥലം വിട്ടടാ. അവൻ കത്തിപ്പോയി. മറ്റേ പ്ലേ നിക്കാതെ നീച്ചേക്ക് വന്നു കേട്ടാ. ക്യാരക്ടർ എടുത്തിട്ടേ ആ പരിപാടി നമ്മളെല്ലാം എവിടെ പോയി കഴിയുമ്പോ ഇവിടെ ഒന്ന് സ്പാം ചെയ്യുന്നു, ഒന്ന് മൈൻഡ് ചെയ്യാൻ നിക്കണ്ട. ടൈം ഔട്ട് കൊടുക്കണ്ട, അവനിട്ട് കൊണ അടിക്കട്ടെ. വീരത്തിന് ഹെൽപ്പ് ഇട്ടിട്ട് ആരും വന്നിട്ടില്ല. അപ്പോഴാണ് നിന്റെ വീഡിയോ നോക്കൂലെന്ന് തോന്നുന്നു എനിക്ക്. നിങ്ങൾ ഹെലിയിലാണോ? ഹലോ ഹെലി അപ്പം കൊണ്ട് എടാ മന്ദാര ഒരു ബോഡി കൊണ്ടുവരുന്നുണ്ടല്ലോ, ആനെ കത്തിച്ചേ. 50. എനിക്ക് പിക്കൊന്നും കിട്ടിയില്ലടാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വീണു. ഞാൻ അവരുടെ മൂട്ടിലാണ് ഇറങ്ങിയത്. 4 പേര് അപ്പം തന്നെ ലെഫ്റ്റിൽ കൂടെ വന്ന് ഹീൽ ചെയ്ത്, ഞാൻ താഴോട്ട് ഇറങ്ങി ഹീൽ ചെയ്യാൻ പോയപ്പോഴത്തേന് അവര് റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിലും വന്നു. 2 പിക്ക് കിട്ടിയോ നിനക്ക്? നിനക്ക് പിഒ എന്ന് കാണിച്ച പൈസ വന്നുണ്ട്. ഇവരെ ഇടിച്ചു വല്ലടി ഇവനെ. ഇല്ല ഇപ്പൊ കാണിക്കണം. പിക്കില്ലെങ്കിൽ ടി വിക്കകത്തൊന്ന് കളയേ. എന്തിനാടാ കണ്ടി നീ ഇങ്ങനെ എന്നിട്ട് പറയണേ? ഞാൻ ഡൗട്ട് വെക്കട്ടെ, അങ്ങനെ സ്പോൺ മാറി കൊടുത്ത കോമ്പാറ്റ് ലോഗിനാ വെച്ചു. അല്ല കത്തി കയറി മാറ്റാൻ പറ്റും. കത്തി കയറി പറ്റൂല. സാൻഡിയിലൊക്കെ പറ്റും. അങ്ങനെയല്ല ഓപ്ഷൻ ഉണ്ടെന്ന്. ഓപ്ഷൻ ഉണ്ട്. ഗോബയ്ക്ക് ഒരു പിക്ക് ഉണ്ടോ? ഒരു പിക്ക് എടുത്തല്ലേ? വണ്ടി കയറി നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ തന്നെ എന്നെ പണിക്കള. അല്ലാണ്ട എന്നെ അണ്ണനെ പണിയപ്പോ അണ്ണന്റെ ഫ്രണ്ട് വീണ് എന്റെ തലയ്ക്ക് 2 പിടിയും കിട്ടി. അവന്മാരുടെ വണ്ടി എടുത്ത് കിടക്കുവായിരുന്നു. ഞാൻ നേരെ അവന്മാരുടെ വണ്ടി കയറി വിളിച്ചു. എന്റെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തന്നെ അടിച്ചു നിന്നെ. എന്തിനൊക്കെ മരണങ്ങളാ. എന്നെ അടിച്ചു തന്ന ആരാടാ ഈ കൂട്ടത്തിൽ?
അതെന്റെ ചിരിയാണ്. സിറ്റി കഴിയാളെ സിറ്റി കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ SRR അത് ഇതെന്ന് പറഞ്ഞ് സ്പാം ചെയ്യല്ലേ ദേവി. സിറ്റിക്കകത്ത് കൊടുക്കാനുള്ള സിറ്റിക്കകത്ത് കൊടുക്കാം. പ്രീവാറല്ലേ വാറല്ലേ വാർ ജയിച്ചിട്ടില്ലല്ലോ. മൂന്നാമത് നീ 12ാമത് നീ 13ാമത് നീ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഈ വാർ മാപ്പിൽ റേഞ്ച് ഇല്ല അളിയാ? ഫോൺ പുതിയത് വന്നായിരുന്നു. ഇതെന്തിനാ കൂടുതൽ അളിയാ? റേഞ്ച് ഒന്നും ഇല്ല ഇവിടെ. അഡ്മിൻ ലൈവ് കണ്ടോണോ? അഡ്മിൻ ലൈവ് കണ്ടില്ല. റേഞ്ച് ഇല്ല ഇവിടെ. എന്നാ ന്യൂ വ്യൂവേഴ്സ് എന്തൊക്കെയാ പറയണേ? എടാ അത് ഞാൻ പറയട്ടെടാ, അത് ഗൈസ് അവര് കുറച്ച് ദിവസം ലൈവ് ഒക്കെ കാണുമ്പോ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പിടികിട്ടും. ലൈക്ക് അവർക്ക് കുറച്ച് ദിവസം നിങ്ങളും വായൊക്കെ വരുന്ന സമയത്ത് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? അത് ഹാരിസ് ആൻഡ് ബ്രോ താങ്ക് യു സോ മച്ച്. അത് ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. അതുപോലെയാണ് മനസ്സിലായി, അവർക്ക് കുറച്ച് ദിവസം ഇത് കാണുമ്പോൾ ഇവിടുത്തെ ഒരു ഐഡിയ പിടികിട്ടും. ഞാൻ നിങ്ങൾ പുതിയ ഓഡിയൻസിനോട് പറയുകയാണെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ എല്ലാം പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ RPയുടെ ഡിസിഷൻസ് വെച്ച് വിലയിരുത്തരുത്. ഈ RP എന്ന് പറയുന്ന സാധനം കുറച്ച് പാടാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല. RP എന്ന് പറയുന്ന ഒരു സാധനം ഇതുപോലെ നമ്മൾ പലയിടത്ത് കിടക്കുന്ന പിള്ളേരെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇവരെ ഒരു സിങ്ക് ആൻഡ് സിനർജിയിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അത് ലീഡ് ചെയ്യാൻ കുറച്ച് വലിയ പാടുമാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പം നിങ്ങൾ ചാറ്റിനകത്ത് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ലൈവായിട്ട് RP കളിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ വീഡിയോ വരുന്ന സമയത്ത് മാറ്റേണ്ട കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് മാറ്റും. ലൈവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുമ്പോൾ മീൻസ് അതല്ല വ്യൂവേഴ്സിന് കൊടുക്കുന്ന റെസ്പെക്ട് എന്ന് പറയണത്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയണം, അത് ചെയ്തത് തെറ്റായി പോയി, അത് മോശമായി പോയി എന്ന് പറയണത് ഓക്കെ അക്സെപ്റ്റബിൾ ആണ്. അല്ല അത് ചെയ് ഇത് ചെയ് എന്ന് പറയണത് ഒരു വണ്ടി എടുത്തേ വാ. ലോയൽറ്റി പോയിന്റ്സ് 57 കാർഡുണ്ട് ഇപ്പൊ നമുക്ക് കറന്റ്. ഏത് വണ്ടി വണ്ടിയുടെ മണ്ടക്കൊന്ന് മാറാ മുച്ചിറിയെ. ഇവ AFK ആണോ ഈ മുച്ചിറി? എടാ മുച്ചിറി നീ AFK നിൽക്കുവാണോ? നിന്നെ വിളിച്ച കേൾക്കൂല, നിന്റെ ചെവിക്കാത്തെന്താ? പയ്യടാ മര ധൃതി പിടിക്കുന്നതിനാ. പയ്യടാ വാ നമ്മള് പോകുമ്പോടാ. ആ മീറ്റിങ്ങിന് എടാ അവനെ കേറ്റിയില്ലെന്ന്. ഇവൻ കേറിയില്ല വണ്ടിയില്. ഞാനാ വന്നേ. എടാ അവനെ കേട്ടാ അവൻ എന്ത് സംസാരിക്കണം. ഇത് കേറ് വേറെ വണ്ടി എടുക്കണ്ട, ഒരു വണ്ടി വന്നാ മതി. വാ ഇത് കേറ്. കൊച്ചല്ല എണ്ണ വിളിച്ചില്ല ബ്രോ. സീരിയസ് സിറ്റുവേഷൻ. ഡെസ്ട്രോ കയറിയോ? ഡെസ്ട്രോ സീരിയസ് സിറ്റുവേഷനിൽ കുഞ്ഞ് കളിക്കല്ലേ? അത് അതിനൊക്കെ കുഞ്ഞൊന്നും അവന്റെ വായിലെ വർത്താനം കേൾക്കണം. 50 ഫീസിലാണ് അടിച്ചത്. ഞാൻ ആരും അടിച്ചില്ല. അവിടെ കേറിയപ്പോഴാ വിചാരിച്ച എനക്ക് 4 കില്ല് കിട്ടുവാണ്. റോഡിൽ നടക്കായിരുന്നു. എനിക്കൊന്നും കിട്ടിയില്ല.
எனக்கு 2 എനിക്ക് അടിയും കിട്ടിയില്ല നമ്മ വാര് കഴിഞ്ഞ പിന്നെ കാണിച്ചു തരാം. എനിക്ക് ഇനിഷ്യലിന്റെ 2 പിക്ക് ഉണ്ട്, പക്ഷെ ഇതിലില്ല. എനിക്ക് തത്സമയോടെ വന്നു കഴിയുമ്പോ ഈ പി സിക്ക് അത് ഇനിഷ്യൽ ഇല്ല, ഇനിഷ്യലാണ് ക്രാഷ് അടിച്ച് വന്നപ്പോ ഒരുത്തവൻ കൂടെ ഒന്നിയാണ് എടുത്ത് അവൻ ചെത്ത്. അല്ലല്ലേ ലാഗിന്റെ അല്ലടാ ഞാൻ ചത്തത്, ലാഗിന്റെ അല്ല. ഞാൻ ഒരു വൃത്തികെട്ട രീതി പൊസിഷനിൽ പെട്ടുപോയതാ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ മൂട്ടിലാ 4 പേർ. എനിക്ക് നല്ല അടി കൊണ്ട് ഞാൻ റീഫ്രഷ് അടിച്ച് ഹീൽ ചെയ്തപ്പോഴത്തേനും അവര് റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് വന്നു. എനിക്ക് അടി നല്ല കിട്ടി. എനിക്ക് ഒന്നും ചെയ്യാൻ, ഞാൻ ലിറ്ററലി ഒന്നും ചെയ്തില്ല. പിന്നെ നാളെ ടിക്കറ്റ് ബുക്ക് ആക്കിയിട്ട് വാസുപ്ര വീട്ടിൽ കൊണ്ടുവന്നാ PC എടുക്കും. നീ വന്നു PC-യിലെ കളിക്കാം. അല്ല അവിടെ ഇരുന്ന് കളിക്കാം. നീ ഇവിടെ നിന്ന് കളിക്കാം. വാ വാ വാ. എന്റെ എറണാകുളത്തെ PC റെഡി ആകുമ്പോ നീ ഇവിടെ ഹെവനിൽ വന്നിരുന്ന് സ്ട്രീം ചെയ്തോ. പറ പിന്നെ അവിടെ എന്നെ അഡോപ്റ്റ് ചെയ്ത് അവിടെ ഇവിടെ ഞാൻ വളർത്താം. ഇതിന്റെ പേര് മാറ്റില്ല. നിന്റെ പേര് നവീൻ. അത് മാറ്റും. അത് നല്ല നിയമം. അങ്ങനല്ല, ഡെസ്ട്രോ മാറ്റി വാസു ജൂനിയർ എന്നാക്കും. കുഴപ്പമില്ല, സെറ്റാക്കാം. PC കിട്ടിയാൽ അത് കുഴപ്പമില്ല. തലയുടെ മേലെ കൂടെ ചാടിച്ച് അത് കഴിയാണ്. ഇത് അവിടെ ചെന്ന് 4 പേരെ വീഡിയോ ചെയ്ത് ബാൻ മേടിക്കാനുള്ള പരിപാടിയാണ് ഇത്. കുറച്ചെടുത്ത് സംസാരിക്കുക. ഇവന്മാരെ കോണ്ടിക്കോ. ഞാൻ ബാൻ മേടിക്കില്ല, ഞാൻ അക്സെപ്റ്റ് ഞാൻ ബാൻ മേടിക്കത്തില്ല. ഞാൻ സമാധാനത്തിന്റെ വാതിലാണ്. ഞാൻ സമാധാനത്തിന്റെ വാതിലാണ്. ആൾക്കാരായിരുന്നു അവിടെ. എനിക്ക് എന്നിട്ട് ഞാനൊന്നും സംസാരിക്കില്ല. അറിയുന്ന പറയാൻ പറ്റൂടാ. ഹലോ. ബ്രോ പറഞ്ഞു. സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ആക്കണോ? ബ്രോ അതെ നമ്മള് ഉച്ചക്ക് ടീരത്തിന്റെ അവിടെ വന്നപ്പോ നിങ്ങളുടെ കൂട്ടത്തില് ഡെസ്ട്രോ എന്ന് പറഞ്ഞ ഒരാള് മറ്റേ കൊരങ്ങന്മാർക്ക് പഴം വേണോന്നോ അങ്ങനെ എന്തോ സംസാരമായി. പിന്നെ ബ്രോ നമ്മുടെ കൂട്ടത്തിലെ ഡെഡ് ആയ ഒരാളുടെ അടുത്ത് വന്ന് പഴം വേണോന്നോ. നമ്മ ഒരു എല്ലാരും ഉണ്ട് ബ്രോ. നമ്മ എല്ലാ കൊരങ്ങന്മാരും നിങ്ങളുടെ ടീരത്തിലേക്ക് കയറി പോയില്ലേ അപ്പത്തേക്കും. ഓരോരുത്തരുടെ സംസാര ടോണാ ബ്രോ. അത് ബ്രോ സംസാരിക്കണ പോലെ അവർക്ക് സംസാരിക്കാൻ ആരും റൈസ് ആയില്ല, ചില്ലായിട്ട് സംസാരിക്കുന്നേ. അല്ല അത് ബ്രോ പറയണ്ട എങ്ങനെ സംസാരിക്കണമെന്ന്. നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള സംസാരിച്ചോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. നമ്മളാരും അബ്യൂസീവ് ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ ഇവിടെ. അപ്പൊ അങ്ങനെ പറ. ഇങ്ങനെ അപ്പൊ 2 സൈഡും കൊണയായി. നിങ്ങൾ നമ്മുടെ പഴം വിറ്റിട്ട് മാറ്റിട്ട് ഇപ്പൊ 5 സ്റ്റാറൊക്കെയാണ് വിറ്റ് നടക്കുന്നത്. നിങ്ങള് പഴം വേണമെന്ന് വെച്ച് നമ്മ 5 സ്റ്റാർ വേണമെന്ന് വെച്ച്. അല്ല അത് വേറെ എന്തൊക്കെ പറഞ്ഞായിരുന്നല്ലോ. വേറെ എന്ത് പറയാനാ ബ്രോ? വേറെ സൈഡിൽ കൊണ വന്ന് നമ്മുടെ ഇതിന് കൊണ വന്നു. ചോദിച്ചേ ഈ ബ്രോ ഉണ്ടായിരുന്നു ആ സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങള് മൊത്തത്തിൽ അങ്ങ് പറ. ബ്രോ ഒക്കെ തന്നെയാണ് കൊണയുണ്ടായത്. എന്തൊക്കെ തന്നെ ബ്രോ 5 സ്റ്റാർ വേണോന്ന് എടുത്ത് ചോദിച്ചാ നമ്മള്. പിന്നെ ഒന്നും ചോദിച്ചില്ലേ? വേറെ എന്താ വേണ്ട നിങ്ങക്ക്? വേറെ എന്തെങ്കിലും ബ്രോ ഈ സിറ്റുവേഷനിലുള്ള ബോധമുള്ള ആരെങ്കിലും വിളിച്ചോ? ഈ മണ്ടനെ മാറ്റി പിന്നെ നമ്മളെ സിറ്റുവേഷൻ ഓർമ്മയുള്ള ആരെങ്കിലും നിങ്ങള് സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് സ്ലോട്ടിന്റെ കാര്യം എന്തോ പറഞ്ഞായിരുന്നല്ലോ. അതെന്തായിരുന്നു ഒന്ന് കൺഫേം ചെയ്ത കൊള്ളാമായിരുന്നു. ഡെസ്ട്രോയുടെ അടുത്ത് സ്ലോട്ടിന്റെ കാര്യം എന്തോ സംസാരിച്ചായിരുന്നു. അത് റൂമിന്റെ കാര്യമായിരിക്കും ബ്രോ. നമ്മള് ഡെസ്ട്രോ സ്ലോട്ടുകളൊന്നും നമ്മള് ചോദിച്ചിട്ടില്ല ഡയറക്റ്റ്. മനസ്സിലായത്. പിന്നെ മലയാളം സംസാരിക്കാത്ത ആരാണ്? കോച്ച് നമ്മുടെ കൂട്ടത്തിലുണ്ട് മലയാളം സംസാരിക്കാത്തവര്. നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അപ്പൊ അവ ഇവിടെ ഇല്ലെന്നല്ലോ.
ബ്രോ അവൻ അവിടെ ഉണ്ടായതല്ല, അവൻ സിറ്റിയിലുണ്ടായി. സംസാരിച്ച ബ്രോ അവൻ സിറ്റിയിലുണ്ടായി ബ്രോ. അത് നമ്മ ബ്രോ നിങ്ങളെ കാണിച്ചെല്ലാം ചെയ്യണം എന്നുണ്ടോ? എല്ലാം ചെയ്യണം. ആനുവൽ അങ്ങനെയാ ബ്രോ. ഡെസ്ട്രോ സ്ലോട്ട് ആണോ നമ്മള് ചോദിച്ചോ ബ്രോ? ഇല്ലല്ലോ. പിടിച്ച നമ്മളിപ്പോ എന്ത് പറയാൻ? മൊത്തത്തിൽ ഇനിഷ്യൽ ഫൈറ്റ് എവിടെ കിട്ടി? എവിടെ അടിച്ചു? ഇനീഷ്യൽ ഫൈറ്റ് നമ്മള് ഡൗൺ ആയി ബ്രോ. സ്ഥലം എവിടെ? ബ്രോ ഹോസ്പിറ്റലിന്റെ അവിടെ വെച്ച് ഡൗൺ ആയി. നിങ്ങൾ ടോറസിന് ഹോസ്റ്റേജ് എടുത്തായിരുന്നു ബ്രോ. നിങ്ങൾ ആദ്യ സിറ്റുവേഷൻ ഇനീഷ്യൽ സിറ്റുവേഷനിലെ ഫസ്റ്റ് ഒരു കൊണയായില്ല. അത് ആരൊക്കെയാണ് നിങ്ങൾ സംസാരിച്ച് കൊണയായത്? അത് ശംഭു ഉണ്ടായി, ഞാൻ ഉണ്ടായി, സ്മോക്കർ ഉണ്ടായി, ടോറസ് ഉണ്ടായി. ബ്രോ ആരാണ് ബ്രോ? ഞാൻ റൊസാറിയോ. നീ ഉണ്ടായിരുന്നോ? അപ്പൊ നിന്റെ പേര് എന്താ പറയാണ്ടിരുന്നേ? ഉണ്ടായടാ. ബ്രോ എന്ത് പറ്റി നിങ്ങക്ക്? എന്താ പ്രീവാർ അടിക്കാൻ പറ്റാത്തത്? നിങ്ങൾക്ക് ഐജൽ ഡിഫ് ആണോ? റോസാരിയോ പറയ്, ഐജൽ ഡിഫ് ആണോ? ബ്രോ ആണോ ഈ ബ്രോ? നിങ്ങളുടെ ലീഡർ ഐജൽ ഇവനാണോ റോസാരിയോ? നിങ്ങൾ അറിയണോ? കഴിയില്ലാത്തവനെ ഈ കാര്യങ്ങൾ മീറ്റിംഗ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞു ബ്രോ. സിറ്റുവേഷൻ മൊത്തത്തിലൊന്ന് പറ. നീ എന്തൊക്കെ പറഞ്ഞു? നീ അവിടെ എന്തൊക്കെ പറഞ്ഞു? അത് മൊത്തത്തിൽ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞ കൊണയായി, എന്തൊക്കെ പറഞ്ഞ കൊണയാ? നീ ഞങ്ങൾ പറ. സിറ്റുവേഷൻ ഉണ്ടായിരുന്നവനല്ലേ പറഞ്ഞല്ലോ. 5 സ്റ്റാറിന്റെ പേര് അല്ലാണ്ട് പറഞ്ഞതൊക്കെ പറയടാ. എന്താ മറന്നുപോയതാ? ഹലോ ബ്രോ, നമ്മളിപ്പോ ഇതുവരെയും പ്രീ വാറിൽ നമ്മൾ ഡൗൺ ആയി. നമ്മളൊരു ഇനീഷ്യൽ ഡൗൺ ആയി. നിങ്ങൾ ഇല്ലാത്തവരാണല്ലോ. 15 മിനിറ്റില് ബ്രോ ഒരു മിനിറ്റ്. ഹലോ ബ്രോ, പ്രീ വാർ അടി അങ്ങനെ ഉണ്ട്? സൂപ്പർ അടിപൊളി. പയ്യെ കളിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോ പറഞ്ഞിട്ടോ പൊക്കോ. 15 മിനിറ്റ്. 15 മിനിറ്റ് മാത്രം ഉണ്ടല്ലോ. പൊക്കോ, പെട്ടെന്ന് പോ. റെഡിയാവും. എന്താടാ നിനക്ക്? 15 മിനിറ്റ് വേറെ വിളിക്കടാ. 15 മിനിറ്റ്. ഈ ഒരു വാക്ക് മാത്രല്ലേ കേട്ടോ. നമ്മളൊന്നും സംസാരിച്ചില്ലാണ്. അറ്റ്ലീസ്റ്റ് ഒമാറാച്ച് ലൂപ്പ് ഹോൾ ഇല്ല. അവന്റെ അടുത്ത് സംസാരിച്ച് അതൊക്കെ ഇപ്പൊ ഏത് സിറ്റുവേഷൻ? എനിക്ക് ആദ്യമായിട്ടേ കേക്കണേ. നീ സ്ലോട്ടാ? അല്ലല്ല, പഴം തിന്നാൻ അതൊക്കെ ഏത് സിറ്റുവേഷൻ? അതെ അറിയാം, എനക്ക് അറിഞ്ഞല്ലേ. അണ്ടിയാണ് ചോദിക്കണ്ട ആ സമയത്ത്. പറഞ്ഞില്ലടാ. അണ്ണാ നമ്മള് TD കളിക്കുന്ന സമയത്ത് TD ഇറങ്ങിയപ്പോ ടീമുമാര് 6-1 റൂമിന്റെ കോഡ് 6-1 5 സ്റ്റാർ വേണം ഇതൊക്കെയാണ് ചോദിക്കുന്നത്. റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇവന്മാരുണ്ടായിരുന്നില്ല ആ റൂമില്. ഇതാണ് കേക്കടേ. നമ്മ വെറുതെ റൂം ഇട്ട് കളിക്കാൻ പോയി. അപ്പൊ അപ്പാപ്പനില്ലെന്ന് തോന്നുന്നു. പറഞ്ഞില്ല. ലൈനപ്പെട്ടിട്ടുണ്ടോ? ഭയങ്കര പാടാ. എടാ വണ്ടി എടുത്ത് റെഡി ആയിരുന്നോ? 15 മിനിറ്റ് അത് വാറ വിളിക്കാം. ഡസ്റ്റർ വന്നപ്പോ ഓർമ്മയുണ്ടോ? മിണ്ടായിരുന്ന പയ്യനാണെന്ന്. കേസ് ഇത് അതങ്ങനെയാണ് കേസ്. അതിവിടെ അങ്ങനെയാണ്, നിങ്ങക്ക് അറിയാമല്ലോ. അയ്യോ ലിസ്റ്റിലാണ് ആയിട്ടല്ല നെയിം. നിന്റെ പേരതില്ലേ? ഇല്ല അവിടെ. പേര് ആഡ് ചെയ്യാൻ പറഞ്ഞില്ലടാ നിങ്ങളുടെ അടുത്തൊക്കെ. ഉള്ള പേരല്ല ഞാൻ ഇടുന്നത്. പേര് ആഡ് ചെയ്യും നിങ്ങളെല്ലാരും. ഞാൻ പേരില്ലാതെ ഞാൻ എങ്ങനെ അറിയും?
കത്തുന്നു. അയ്യോ എനിക്ക് ഭയങ്കര ലാഗാതാ. എനിക്കുണ്ട്, എനിക്ക് സിറ്റിയുടെ സിറ്റിയിലെ കുറെ ആവശ്യമില്ലാത്ത കുറെ ബിൽഡിങ്ങുകൾ എടുത്ത് കളയാൻ പറഞ്ഞു. നിക്കണ എന്നോട് ഗേൾഫ്രണ്ട് കോൾ വിളിക്കട്ടെ. അണ്ണാ ഇതൊക്കെ കേക്ക് ഇതാടാ, നിനക്ക് ഗേൾഫ്രണ്ട് ആയിരുന്നില്ലല്ലോ. ഗേൾഫ്രണ്ട് ഉണ്ടല്ലോടാ. ഓക്കെ നീലടെ ഇന്നലെ സിഗ്മയെന്ന് പറഞ്ഞിടന്നേ. ചുമ്മാടാ ഇമാജിനേഷൻ. നിനക്ക് പ്രീവാറിൽ പിക്ക് ഉണ്ടോളി, അതാ വീണ്ടും കൈ വറച്ച നമ്മളെല്ലാ പ്രീവാറിലും ഇവനെ ചോദിക്കും കൈ ബ്രോ. ആരും ഇന്ന് അവൈലബിൾ അല്ല ബ്രോ, ഇന്ന് അവൈലബിൾ അല്ല. ഇതെന്താ ഇങ്ങനെ നിർത്തിപ്പോടാ. ഹലോ നീല 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 ഇത് നീല നീല വില്ലു വലിയ കത്തി. കത്തി 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 എനിക്ക് ഇറങ്ങാനും പറ്റണില്ല, ഞാൻ കത്തിയോ. ഹലോ വലിയ കത്തിയതാ. സൂപ്പർ. എടാ ഇത് എന്താ സെർവറിന്റെ പ്രശ്നമാണോ ഗൈസ്? ഇത് ഞാനാണോ കത്തണ, സെർവറാണോ കത്തണ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്ത് പറയത്? ഇത് ഞാൻ മാത്രമാണോ കത്തണേ? എടാ നീലനൊക്കെ സിറ്റിയിൽ ഇപ്പോഴും ഉണ്ടല്ലോ നോക്കുമ്പോ. ഞാൻ നീലന്റെ PO എന്റെ മൊബൈലിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നീലനൊക്കെ ഉണ്ടല്ലോ സിറ്റിയിൽ ഇപ്പോഴും. അവരാരും കത്തിയില്ല, ഞാൻ മാത്രം എങ്ങനെ കത്തണേ? കേരള വിഷൻ ഉള്ളവരാണോ കത്തണേ? കീരി എവിടെയാണ്? അവന്റെ PC ശരിയാക്കാൻ കൊടുത്തേക്കോ ബ്രോ. അവന്റെ PC കത്തിപ്പോയി. എൻ്റെ PC ശരിയാക്കാൻ കൊടുത്തേക്ക്. ശരിയാക്കി കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ശരിയായെന്ന് പറഞ്ഞിട്ട്. സിറ്റി റീസ്റ്റാർട്ടോ? സെർവർ റീസ്റ്റാർട്ടൊന്നും അല്ല, അവരെല്ലാം ഉണ്ട് അതിനകത്ത്. വാൾപേപ്പർ കിടലോ? അത് വിൻഡോസിന്റെ ഡിഫോൾട്ട് വാൾപേപ്പറാണ്. ഓ നിങ്ങൾക്ക് ഡിസ്പ്ലേ ക്യാപ്ചറിലാണ് ഇത്ര നേരം ഇത് കണ്ടോണ്ടിരുന്നല്ലേ? ഞാൻ ഈ വാർ കളിച്ചത് മൊത്തം ഡിസ്പ്ലേ ക്യാപ്ചറിലാ. പുല്ല്. 2 മിനിറ്റ് റീസ്റ്റാർട്ട്. എന്ത് കഷ്ടപ്പെട്ടാളാ ഞാൻ ഇതിനകത്ത് കേറിയെന്നറിയാമോ? കുറെ TJ കൊണ്ടുകൾ സ്റ്റീവിനെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ പറയുന്നുണ്ട്. എന്താ കാര്യം? അവൻ ചെയ്തത് മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അവനെ വാൺ ചെയ്ത് ഇതാക്കിയില്ലേ? അവനോടത് പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ വാൺ ചെയ്യാൻ ആരാ ഉള്ള അവിടെ? മറ്റേ എടാ കൊട്ട ചട്ടിന്ന് സ്പാം ചെയ്യാൻ പറയുന്ന മോഡറേറ്റേഴ്സിനെ പോലെയോ? എടാ പറഞ്ഞു കൊടുക്കുക, അറ്റ്ലീസ്റ്റ് ചെയ്തത് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാനിവിടെ ഉണ്ട്. അത് ഞാൻ പറയുകയും ചെയ്തു ആ മൊമെന്റിൽ തന്നെ. പറഞ്ഞപ്പോൾ തന്നെ നിർത്താൻ മിണ്ടല്ലെന്ന് പറയുകയും ചെയ്ത്. അതാണ് ഇവിടുന്ന് കൊടുക്കുന്ന റെസ്പെക്ട്, മനസ്സിലായോ? അല്ലാതെ വെളിയിൽ യൂട്യൂബിൽ ഇരുന്നിട്ട് നീ കൊട്ടേന്ന് സ്പാം ചെയ്യടാ, എല്ലാവരും കമോൺ ഗൈസ് കമോൺ, എല്ലാവരും വാ നമുക്കിത് ചെയ്യാം. അവനൊക്കെയാണോ നമ്മൾക്ക് ഇവിടെ വന്ന് നമ്മളെ മാനേഴ്സ് പഠിപ്പിക്കുന്നേ? പുല്ല് പിടിക്കാൻ കിട്ടടിച്ച് എനിക്കെൻ്റെ ജീവിതം വെറുത്ത്. ഹലോ, റീസ്റ്റാർട്ട് ആയല്ലേ സിറ്റി? ഞാൻ ക്യൂ നിന്ന ഒരുത്തനെ തലക്കടിച്ചിട്ടിട്ടാണ് ഞാൻ സിറ്റിയിൽ കയറിയത്, മനസ്സിലായ? അവനെ ഞാൻ തലക്കടിച്ചിട്ടിട്ട് ഞാൻ കയറുവാടാ, എനിക്ക് അർജന്റ് വാറുണ്ടെന്ന് പറഞ്ഞ് കയറിയത്. എന്നിട്ട് അവിടെ വന്നപ്പോ സിറ്റി റീസ്റ്റാർട്ട് ഒന്ന്.
ഞങ്ങളാ ദൈവമേ. അതിന്റെ കൂടെ എന്റെ റൂമിൽ AC അടിച്ചു പോയി guys. ചൂട് കാറ്റ്. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് എന്റെ AC ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ആൾക്ക് കൊടുത്തായിരുന്നു കേട്ടാ. പുള്ളി എന്താ ചെയ്യുന്ന വെച്ചാൽ തണുപ്പ് വരുന്ന ഭാഗം വെളിയിലോട്ടും മറ്റേ എക്സോസ്റ്റ് ഫാൻ അകത്തോട്ടും വെച്ചിട്ട് പോയി. കൊടും ചൂടാ വരുന്നതിനകത്ത് AC വെളിയിലോട്ടിരിക്കണേ ക്ലീൻ ആക്കിയതാ ഈ ഇടയ്ക്ക്. മോഡൊക്കെ കറക്റ്റ് ആയിട്ടേക്കണ. എന്നിട്ട് ഇത് ഭയങ്കര ചൂട്. പുതിയ AC 2600 ചൂട് മിനി AC ഉണ്ട്. മൺസൂണിൽ തണുപ്പല്ലേ, അപ്പം ചൂട് വരുന്ന AC ഉണ്ട്. തണുപ്പ് ഉപയോഗിക്കത്തുള്ളൂ. മനസ്സിൽ മഴ അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. കൊതുകൊക്കെ കയറട്ടെ. കുറച്ച് കൊതുക്. ഞാൻ ജനലെ തുറന്നൊരു സാമ്പാണി കത്തിച്ചിട്ടുണ്ട്. നല്ല വൈബ് പോസിറ്റീവ്. കേട്ടില്ല, കണ്ടില്ല. അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു ബ്രോ. ഞാൻ അണ്ണന്റെ ലൈറ്റ് സൂര്യനെ ഉദിച്ച പോലത്തെ ഒരു സാധനമാണ്. ഇവിടുത്തെ ലൈറ്റ് ഇല്ലടാ. ഇവിടെ ലൈറ്റ് ഇല്ലടാ. അണ്ണൻ കൂടുതലല്ലേ ഇപ്പം ചിലക്കാതിരിക്കാൻ എന്നോട്. ഇവിടെ എന്റെ ചാറ്റിലേ എന്റെ ചാനലിൽ എനിക്ക് ചിലക്കാൻ പാടില്ലടാ. വേറെ ആരെങ്കിലും കീ നോക്കട്ടെ. വേറെ ആരെങ്കിലും കീയും URL മേടിച്ച് ആ സ്ട്രീമിൽ വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ചിലക്കാം. ഞാൻ എന്റെ പിന്നെ നിനക്കൊരു ബുദ്ധിമുട്ടാവൂലടാ. വേണ്ട. ചന്ദ്രദേവ് എന്താണ് ആ കമന്റ് എനിക്ക് കാണുന്നില്ല ഗൈസ്. ആ കമന്റ് ഒന്ന് പറയുമോ ബ്രോ? അമ്മ വരെ എനിക്ക് കാണുന്നുള്ളൂ, വേറെ അതിൽ കൂടുതലൊന്നും കാണില്ല. സ്റ്റീവ് പോയി അവൻ എന്തേ ബ്രോ? അമ്മയ്ക്ക് വിളിക്കുന്നത് നല്ല ഷോക്കാണ് ബ്രോ. ഒരാളുടെ സ്റ്റീവ് കുറെ വട്ടം അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട്. ദ്രീവെ പോലത്തെ ഒരു റെപ്യൂട്ടഡ് ഗ്യാങ്ങിലുള്ള മെമ്പർ ഇപ്പൊ അവൻ ബ്രോ ഞാൻ പറഞ്ഞല്ലോ അത് തെറ്റാ. അത് ഞാൻ ഓൾറെഡി അവൻ്റെ അടുത്ത് പറഞ്ഞു വാൺ ചെയ്തു. അത് ഞാൻ തെറ്റാന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. TVക്ക് മാത്രം അത് ചെയ്യാൻ പറ്റുമെന്ന്. എടാ സ്റ്റീവെ, ഗെയിമിനകത്ത് അമ്മയ്ക്ക് പറയാലടാ സ്റ്റീവെ. അതിന് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അന്നേരത്തെ ട്രിഗറിലാണെങ്കിൽ പോലും നമ്മുടെ സൈഡിൽ നിന്ന് അത് ചെയ്യാൻ പാടില്ലടാ. എടാ ഇതുപോലെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയറും ഇങ്ങനെ ഒരു POV നീയൊക്കെ പറഞ്ഞ ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഒന്ന് കാണിച്ചു തന്നേടാ. അല്ല എന്റെ ചോദ്യം അതാ. എനിക്ക് ജസ്റ്റ് അതൊന്ന് കാണണം. അതൊന്ന് കാണണം. എനിക്ക് അങ്ങനത്തെ ഒരു POV. മറ്റേ പണ്ടത്തെ നിങ്ങൾ മറ്റേ പണ്ട് ഈ തെറി ഇങ്ങനെ സ്പാം ചെയ്ത് വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിന്റെ പേര് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നേ. അറക്കലിനാണോ? അങ്ങനല്ലല്ലോ. എന്ത് FFC അതിലൊക്കെ പണ്ടത്തെ പിള്ളേര് മറ്റേ അമ്മാവന്മാരൊക്കെ മാസ് അടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പാട്ട് പോലും ഇടുമായിരുന്നു. മനസ്സിലായ? ഇപ്പോഴും മറ്റേ TGയിലെ ഉക്കറോക്കി ഒക്കെ മറ്റേ ഇതാണ്. സ്റ്റീവിന്റെ അടുത്തൊന്ന് പറഞ്ഞു കേട്ടോ, ഓർമ്മയില്ലേ? അത് ഉക്കറാണോ സ്റ്റോക്കറാണോ? നിന്റെ പ്രകൃതി രമണീയ സ്ഥലത്ത് അവിടുത്തെ പെങ്ങള് വളർത്തി ഇങ്ങനെ എന്തൊക്കെയോ അത് എൻകറേജ് ചെയ്യുന്നവരാണ് നമ്മളെ തിരുത്തണേ. അങ്ങനൊന്നും എന്തായാലും ഇവിടെ അങ്ങനെയൊക്കെ ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ അതിനുള്ള പറഞ്ഞ് നിർത്താറുണ്ട്, പണിഷ്മെന്റ്സ് കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഞാൻ കൂടെ സ്റ്റോറിക്ക് മെൻഷൻ അടിച്ചുള്ളൂ. എന്താണ് നിനക്ക്? നാളെ മെൻഷൻ കേട്ടോ 10 പേര് കളം വളഞ്ഞു കേട്ടാ. നാളെ പോപ്സ് നിർത്തി ബ്രോ. ഞാൻ പോപ്സിനൊന്നും ബാൻ കൊടുത്തിട്ടില്ല ബ്രോ. ഞാൻ പോപ്സിനൊന്നും പെർമനന്റ് ബാൻ കൊടുത്തിട്ടില്ല നിർത്തി പോകാൻ വേണ്ടി. നീലൻ IGL ഡിഫ് എന്ന് പറഞ്ഞ് അത് പ്രൂവ് ചെയ്ത് അവനെ മെന്റലി ഇറിറ്റേറ്റ് ചെയ്തതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. അണ്ണ പിന്നെ കളിയെടുത്ത് പോകാനും കൂടെ പറഞ്ഞായിരുന്നാ?
ആര് ഞാനോ? നമ്മള് മാറ്റി നിർത്തി പറഞ്ഞായിരുന്നു ഒറ്റയ്ക്ക് ഒരുത്തനെടുത്ത് മുഖത്ത് നോക്കി അങ്ങനെ എടാ നീല അത് നൈസായിട്ട് എന്റെ തലക്കടിച്ചല്ലേ? ശരിയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു അണ്ണൻ ഇൻ ഗെയിമിൽ എവിടാന്ന് പറഞ്ഞത്. ഇൻ ഗെയിം ലോഡ് അത് പറഞ്ഞു. ഒരുത്തന്റെ മുഖത്ത് നോക്കി അങ്ങനെ അവൻ അതേപോലെ കേട്ടോ പറഞ്ഞ പോലെ ലിയോ കിച്ചു MRC ആയി വള്ളിപിടി. പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് മതിയോ? ബ്രോ നമുക്ക് സിറ്റുവേഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ എടുത്തോളാം. നമുക്ക് സിറ്റിയിൽ സിറ്റുവേഷൻ ഒരാൾ എടുക്കാനും പേടിയില്ല. അതിന് തോറ്റാലും ജയിച്ചാലും പണ്ട് തൊട്ടേ TV അങ്ങനെ തന്നെയാണ് കളിക്കുന്നത്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ട്. MRC നമ്മളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം നമുക്ക് അവരുടെ അടുത്ത് പോയി സിറ്റുവേഷൻ എടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. മനസ്സിലായോ? പക്ഷെ എന്ന് കരുതി നമുക്ക് ഒരു സിറ്റിയിൽ ഒരു ഗ്യാങ്ങിനോടും സിറ്റുവേഷൻ എടുക്കാൻ പേടിയില്ല. ഒരു ഗ്യാങ്ങിനോടും ഏതൊക്കെ സിറ്റുവേഷൻ വരുന്നോ അതെല്ലാം കളിക്കും. അത്രേ ഉള്ളൂ. കട്ട് ചെയ്ത് നാளைக்கு വന്നിട്ട് ഒരു ഇത് പറയും വാസു പറഞ്ഞു ഇല്ല, ഇതൊന്നും MRC ഓഡിയൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊന്നും MRC ഓഡിയൻസ് ഒന്നും അല്ല. ഇതൊക്കെ ചുമ്മാ ഇടയ്ക്ക് ഈ അടി കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവന്മാരാ. മനസ്സിലായ? ഇവിടെ വന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അയ്യോ അധികം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാവേ നിങ്ങളെ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ ആൾക്കാരാണെന്ന്. ഞാൻ കാണിച്ചു തരാവേ, ഒരു സെക്കൻഡ്. അയ്യോ അവന്റെ പേരെന്തായിരുന്നു? അവന്റെ പേര് ഞാൻ എന്റെ പേര് ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. നിക്ക് ഞാനത് ഡൊമിനിക്കിന്റെ ഇവനാ പറഞ്ഞേട്ടെ. ഇവനെ പറ്റിയാണ് മുമ്പേ പറഞ്ഞത് കേട്ടാ. ജീവിതത്തിൽ ഒരു തെറി പോലും പറയാത്ത പയ്യൻ. പറയാനാ എന്റെ അടുത്തൊക്കെ കൊറേ തീവാരി എടുക്കും അവനെയൊക്കെ. കോമഡി എന്താ വെച്ചിട്ടുണ്ടല്ലോ നീല, മോഡറേറ്റേഴ്സ് ഒക്കെ ഇതിരുന്ന് എൻകറേജ് ചെയ്യും. അത് അവര് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഭയങ്കര സൂപ്പറാ, എന്തോ മാസായി എന്നുള്ള രീതിയിൽ അത് പറയുന്നത്. മെയിൻ ബുദ്ധിയില്ലാത്ത വരുന്നുണ്ട് അതില്. ഞാൻ പറയാം. ഷുഹേൽ NSX വില്ലുമോന്റെ ലൈവിനകത്ത് വന്നിട്ടെ ബ്രോ വാസുണ്ണന്റെ സ്റ്റോറി കണ്ടായിരുന്നോ? എന്നിട്ട് തൊട്ടപ്പുറത്ത് സുഹൈൽ NXX മറ്റേ TJ വാസ്കോടെ ലൈവിനകത്ത് പോയിട്ട് കൊട്ടവാസു ആൻഡ് ടീം അടിക്കാൻ വരുന്നു, അവന്മാരെ അടയണം, കണ്ണാപ്പിയെ ഹോസ്റ്റേജ് ആക്ക്, കണ്ണാപ്പിയെ പെട്ടെന്ന് ഹോസ്റ്റേജ് ആക്ക്. ഞാൻ ഗ്രൂപ്പിലിടാ. ഇതാരെങ്കിലും ഒന്ന് ഡിസ്കോഡിൽ പോസ്റ്റ് ചെയ്യോടെ ഇതൊന്ന്. ഇതൊക്കെ ഞാൻ പോലും കണ്ടില്ലല്ലോ. കൊണ്ടുപോയി നമ്മളെ. ഇതാണ് ഇതുപോലത്തെ ഒരുത്തനാണ് ഇപ്പൊ ഇവിടെ വന്ന് ഈ MRC അടിക്ക് അതടിക്ക് ഇതടിക്കെന്ന് പറയുന്നത്. മനസ്സിലായ? അവൻ തന്നെയായിരിക്കും പേര് മാറ്റി. ഇതൊന്ന് കാണിച്ചു തന്നെ, ഇതൊന്ന് കാണിച്ചു തന്നെ. ഇവിടെ വരൂ സുഹേൽ. സേഫ് ആയിക്കോട്ടെ. സ്ക്രീൻ എടുക്കുന്നുള്ളൂ. 10,000 പേര് മെസ്സേജ് ഒക്കെ കാണും. മെൻഷൻ അടിച്ചോ ലൈവിലുണ്ടോ? എടുത്തോ ആദ്യം മറ്റേത് കാണിക്ക്. കണ്ടോ വാസുവിന്റെ സ്റ്റോറി കണ്ടോ? ആ ഫീൽ വരണം കേട്ടോ. ഫീൽ ബ്രോ വാസുവിന്റെ സ്റ്റോറി കണ്ടോ? സ്റ്റോറി കണ്ടോ?
കണ്ണാപ്പിനെ ഹോസ്റ്റേജ് ആക്ക്, ഡൗൺ ആണ്. ഫോണൊക്കെ പിന്നെ വിളിക്കാൻ വെച്ചു, ഫോണൊക്കെ പിന്നെ വിളിക്കാൻ വെച്ചു. ഈ പയ്യനെ എന്തോ വണ്ടി നോക്കി അണ്ടി ഇങ്ങനെ സസ്പെൻഷൻ കൊടുത്താൽ പോടാ വിട്ടച്ചി. ഓ സോറി. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ. ഇവന്മാര് നമ്മുടെ അടുത്ത് വന്ന് ഭയങ്കര, നമ്മുടെ ചാറ്റിൽ വന്ന് ഭയങ്കര അമ്പി കളിക്കും. അയ്യോ, ഇവനൊന്നും ആട് ഫാനല്ല, ഇവന് ചെടി കണ്ടാ മതി. ഇവനൊന്നും ഒരിക്കലും, ഇവനൊന്നും ആരുടെ ഫാനല്ല. ഇവനൊക്കെ ഇങ്ങനെ നമ്മളിരുന്ന് തമ്മി തല്ലുന്നതും തള്ളക്കി വിളിക്കുന്നതും കേട്ട് പോപ്കോൺ തിന്നിരിക്കണം. വെയിറ്റടാ, ഞാൻ അതേപോലത്തെ ഒരെണ്ണം കൂടെ അയച്ചു തരാവേ. അവനൊരു ചെറിയ ഗ്യാപ്പിലാ, ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, അവനൊരു ചെറിയ ഗ്യാപ്പിലാണ്. അവൻ വരും. ഞാൻ പറഞ്ഞില്ല, ഈ ഗെയിം ഭയങ്കര ഇത് എനിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവൻ ഇത്രയും നാൾ അങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടില്ല. അവനൊരു മെന്റലി ഒരു ഗ്യാപ്പ് വേണമെന്ന് പറയുമ്പോ എനിക്ക് അവനെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ഇട്ടോ, അടുത്ത് ഇട്ടോ. ടർഫ് കണ്ടില്ലേ എത്ര വട്ടം വിളിച്ചടിച്ചെടുത്തു. ടർഫ് കണ്ടില്ലേ ബ്രോ, എത്ര വട്ടം വലിച്ചെടുത്തു. പിന്നെ എല്ലാ പ്ലേയേഴ്സും ഉള്ളപ്പോ തന്നെ D40s അടിച്ച മോനെ പോയി ചെക്കാക്ക്, കുണക്കാതെ എന്നിട്ട് വന്ന് കുണക്ക. ഇതുപോലെ ആൾക്കാരെ പർച്ചേസ് ആക്കിയിട്ടില്ല. അവര് ഗ്രൈൻഡ് ആക്കിയിട്ടാണ് ഇത്രയുമെങ്കിലും അവരുടെ കൂട്ടത്തില് വരെ പർച്ചേസ് ആക്കിയെന്ന്. അവരുടെ കൂട്ടത്തില് അവൻ എല്ലാരും പ്രശ്നമാ, അവൻ ആരെയും കണ്ടെടുത്താ കണ്ടുകൂടാ. എന്റെ ആളിയാ. അപ്പൊ അവൻ ഇപ്പൊ കറക്റ്റ് നമുക്ക് മനസ്സിലായി ആരുടെ ഫാൻ ബോയ് ആണെന്ന്. വാടാ, വണ്ടി എടുത്ത് റെഡിയോ. 15 മിനിറ്റ് എന്നല്ലേ പറയാം, കഴിഞ്ഞില്ലേ? 15 മിനിറ്റ് ആയില്ലേ? പർച്ചേസിന്റെ സ്പെല്ലിംഗ് കണ്ടല്ലേ, പർച്ചേസ്. എനിക്ക് ഒരു മിനിറ്റ് ഫുഡും വെള്ളം എടുത്തിട്ടാ. ഇവിടെ ഒന്നുമില്ലേ? ഇതൊന്നും ആനക്കൊമ്പൊക്കെ ഇരിക്കുന്നു ഇതിനകത്ത്. ഒരു സെക്കൻഡ് എടാ. 100 എണ്ണമാണോ ഒന്ന്? ഒരു 20 എണ്ണം വെക്കല്ലേ ഇടയ്ക്കിടയ്ക്ക്. നോക്കട്ടെ, സ്ക്രീൻ ഷെയർ ഇല്ലല്ലോ. ഉണ്ട്. ഇല്ലടാ, സ്ക്രീൻ ഷെയർ വന്നിട്ടില്ല. ഇതെന്താ? എന്റെ ലൈവിൽ എന്തോ കണ്ടു കേട്ടാ. നിന്റെ സ്ക്രീൻ ഷെയർ ഇവിടെ ഉണ്ടാവും.